സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഈ നല്ല ദിവസം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഷയം, നമ്മുടെ യഥാർത്ഥ വിശ്വാസം എന്തിലേക്ക് നയിക്കുന്നു, അല്ലെങ്കിൽ എവിടെയാണ് നമ്മുടെ വിശ്വാസം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ പതിയുവാൻ നമുക്ക് കർത്താവ് തന്ന വചനഭാഗം ഹെബ്രായ ലേഖനം 11-ാം അധ്യായം, 12-ാം അധ്യായം, 13-ാം അധ്യായം, പിന്നെ ഹെബ്രായ ലേഖനത്തിലെ നമ്മൾ 6-ാമത്തെ അധ്യായവും ചില ഭാഗങ്ങൾ നമ്മൾ കാണും. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിന് വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നിത്യസഹായക, എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തക്ക വിധത്തിൽ ദൈവവചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുവാൻ പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. വചനം മനസ്സിലാക്കുവാൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ഉൾക്കാഴ്ച കൊണ്ട് ഞങ്ങൾ നിറയുവാൻ എഫേസോസ് 1:18 വചനത്തിൻ്റെ ശക്തി, അപരിമേയമായ ദൈവിക ശക്തി ഞങ്ങൾ നിറയുവാൻ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വിശ്വാസത്തെപ്പറ്റി മുമ്പ് 1-2 ഓഡിയോ റെക്കോർഡിങ്സൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ ചിന്തിച്ചപ്പോൾ, ഒരു വചനഭാഗം ധ്യാനിച്ചപ്പോൾ, കർത്താവ് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നു എന്ന് കരുതുന്ന ഒരു ബോധ്യം. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇപ്പം നമ്മൾ പലപ്പോഴും ചിന്തിക്കും, പരിശുദ്ധാത്മാവ് ഈ പറയുന്ന ആളുടെ കുത്തകയാണോ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നതാണെന്ന് പറയാൻ മാത്രം അങ്ങനെ എങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാരണം എതിരഭിപ്രായമുള്ളവരുണ്ടാവും. അപ്പം ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്, പരിശുദ്ധാത്മാവ് എനിക്ക് തന്നു, കർത്താവ് ബോധ്യം തന്നു എന്ന് ഞാൻ കരുതുന്ന ഒരു ചിന്ത, ആ ചിന്തയാണ് ഹെബ്രായ ലേഖനം 11, 12, 13, പിന്നെ മറ്റ് ചില അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും വചനഭാഗത്തിൻ്റെ അടിസ്ഥാനങ്ങൾ മാത്രം നമ്മൾ നമ്മുടെ റെക്കോർഡിങ്സൊക്കെ നടത്തുന്നുള്ളൂ. വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം സ്വതന്ത്രമായൊരു ചിന്തയിൽ നിന്ന് ഒരിക്കലും നമ്മൾ വ്യാഖ്യാനം കൊടുത്ത് ചിന്തിക്കുന്നില്ല. വചനം ബേസ് ചെയ്തുകൊണ്ടുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അല്പം സമയം എടുക്കും, കാരണം ഈ 3 അധ്യായങ്ങൾ കമ്പൈൻ ചെയ്ത് നമ്മൾ ധ്യാനിക്കുമ്പോൾ വിശ്വാസത്തിൽ നമ്മളെ വലിയതായിട്ട് ആഴപ്പെടുത്തും. അതിൻ്റെ അവസാന ഭാഗം വരുമ്പോഴാണ് ഈ വിശ്വാസം എവിടെയാണ് ചെല്ലുന്നത്, അതിൻ്റെ വീഡിയോയുടെ ഏറ്റവും അവസാന ഭാഗത്തെത്തുമ്പോഴാണ്. അപ്പോൾ ഇടയ്ക്ക് ഒരല്പം ബോറിങ് അനുഭവപ്പെട്ടാലും നിങ്ങൾ മടുപ്പ് തോന്നരുത്. ക്ഷമാപൂർവം ഒരു 1-2 പാർട്ടായിട്ടോ ഒക്കെ ആയിട്ട് അത് കണ്ടു തീർത്താൽ മതി. അങ്ങനെയുള്ളൊരു അപേക്ഷയാണ് ഞാൻ വെക്കുന്നത്. നമുക്കതുകൊണ്ട് താല്പര്യപൂർവ്വം കർത്താവിൽ ആശ്രയിച്ച് ശ്രദ്ധിക്കാം. അപ്പം വിശ്വാസത്തെ പറ്റിയുള്ള ഒരടിസ്ഥാന ചിന്ത നമ്മൾ കാണുന്നത് ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്. വാക്യം എന്താണ്? ഫെയ്ത്ത് ഈസ് ദ അഷ്വറൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ ആൻഡ് ദ കൺവിക്ഷൻ ഓഫ് തിങ്സ് നോട്ട് സീൻ. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്, അഷ്വറൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ. കാണപ്പെടാത്തതുണ്ടെന്നുള്ള ബോധ്യം, കൺവിക്ഷൻ ഓഫ് തിങ്സ് നോട്ട് സീൻ. ഈ 2 കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹീബ്രു 11:3 വരിക. ഹെബ്രായർ 11:3 അവിടെ പറയാണ്, ബൈ ഫെയ്ത്ത് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വേൾഡ്സ് വെർ പ്രിപ്പയർഡ് ബൈ വേർഡ് ഓഫ് ഗോഡ്, so that what is seen was made from things that are not visible. അതായത് വിശ്വാസം മൂലം നമ്മൾ മനസ്സിലാക്കുന്നു, ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ വാക്കിനാൽ സൃഷ്ടിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ വാക്കിനാൽ സൃഷ്ടിക്കപ്പെട്ടു. അതായത് what is seen was made from things that are not visible.
കാണപ്പെടുന്ന കാര്യങ്ങൾ, അപ്പോൾ ഈ ലോകവും അതിലെ സൃഷ്ടവസ്തുക്കളും മനുഷ്യരുൾപ്പെടെ, അത് കാണപ്പെടാത്തവയിൽ നിന്ന് ഉണ്ടായി. കാണപ്പെടുന്ന വസ്തുക്കൾ കാണപ്പെടാത്തവയിൽ നിന്ന് ഉണ്ടായി. അപ്പോൾ കാണപ്പെടുന്ന വസ്തുക്കൾ സൃഷ്ടവസ്തുക്കളാണ്, മനുഷ്യരുൾപ്പെടെ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ. കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കാണപ്പെടാതെ എന്തോ ഇരുന്ന സാധനത്തിൽ നിന്നുണ്ടായി എന്നല്ല. ഇൻവിസിബിൾ ആരാണ്? ദ ഇൻവിസിബിൾ വൺ ഈസ് ഗോഡ്. അദൃശ്യനായ ദൈവം. കാണപ്പെടാത്തത് ആരാണ്? ദൈവം. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ വിശ്വാസം മൂലം നമ്മൾ ഇത് മനസ്സിലാക്കുകയാണ്, ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു. അതായത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ വചനമാണ് യേശു. അപ്പോൾ അതിന് കൊളോസോസ് ലേഖനത്തിലൊക്കെ 1-ാം അധ്യായത്തിലൊക്കെ അത് കാണുകയാണ്, അവനിലൂടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു, യേശുവിലൂടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. അതായത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ അദൃശ്യമായത് എന്താണ്? അദൃശ്യമായത് ദൈവമാണ്. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ആ നിർവചനം പറയുമ്പോൾ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്, അത് നമ്മൾ ആ ഭാഗം നമ്മൾ കണ്ടുവരും, നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. രണ്ടാമത്തത് കാണപ്പെടാത്തതുണ്ടെന്നുള്ള ബോധ്യം. അതായത് കാണപ്പെടാതെ നിൽക്കുന്നത് ദൈവവും ദൈവത്തിൻ്റെ മഹത്വവുമാണ്, അതുണ്ടെന്നുള്ള ബോധ്യം. അപ്പം ശരിക്കും വിശ്വാസം എന്ന് പറയുന്നത് കാണപ്പെടാത്ത ദൈവമുണ്ടെന്നുള്ള ബോധ്യം. ആ കാണപ്പെടാത്ത ദൈവം നമുക്ക് പ്രത്യാശിക്കുന്നത് തരുമെന്ന ഉറപ്പ്. ഞാൻ ആ ഭാഗം വിശദീകരിച്ചു കൊണ്ടുവരാം. കാണപ്പെടാത്ത ദൈവമുണ്ടെന്നുള്ള ഉറപ്പ്. അപ്പം നമ്മുടെ നഗ്നനേത്രം, ഈ മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ദൈവം ഉണ്ടെന്നുള്ള ആ ഒരു ബോധ്യം, കൺവിക്ഷൻ എന്ന് പറയുന്നത്, അത് ഉറച്ച ഒരു ബോധ്യമാണ്. അതും ആ കാണപ്പെടാത്ത ദൈവം നമുക്ക് പ്രത്യാശിക്കുന്നത് തരുമെന്നുള്ള ഉറപ്പ്. ഇനി നമ്മൾ പ്രത്യാശിക്കുന്നത് തരുമെന്നുള്ള ഉറപ്പ് കാണുമ്പം, നമ്മളൊരു ജോലി ആഗ്രഹിച്ചു, അത് പ്രത്യാശിച്ചു, അത് കിട്ടി. അല്ലെങ്കിൽ ഒരു രോഗസൗഖ്യം ആശിച്ചു, ആ പ്രത്യാശിച്ചു, അത് കിട്ടി. അത് തരുന്നത് ദൈവമാണെന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ, അതല്ല പ്രത്യാശ, അത് ദൈവം തരുന്ന ചില അനുഗ്രഹങ്ങളാണ്. യഥാർത്ഥ പ്രത്യാശ എന്താണെന്ന് നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ നിർവചനം മനസ്സിലാക്കണം. കാണപ്പെടാത്ത ദൈവം ഉണ്ടെന്നുള്ള ബോധ്യം, എഴുതിയേക്കുന്നത് കാണപ്പെടാത്തതുണ്ടെന്നുള്ള ബോധ്യമാണ്. ശരിക്കും അതിൻ്റെ വ്യാഖ്യാനം പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത് കാണപ്പെടാത്ത ദൈവവും ദൈവത്തിൻ്റെ മഹത്വവും, അത് സ്വർഗത്തിലാണ്, അതുണ്ടെന്നുള്ള ബോധ്യം. അപ്പോൾ ആ കാണപ്പെടാത്തതുണ്ടെന്നുള്ള ബോധ്യം, ആ ബോധ്യം നമുക്ക് നൽകുന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പാണ്. അപ്പം നമ്മൾ ഈ ലോകത്തിലാണോ പ്രത്യാശ? അല്ല. ഈ ലോകത്തിലെ പ്രത്യാശ മുഴുവൻ നശിച്ചു പോകും. ഈ ലോകത്തിൽ നമ്മൾ എന്തുണ്ടാക്കിയാലും അത് നശ്വരമാണ്, ഇറ്റ്സ് ടെമ്പററി. അപ്പം നമ്മുടെ പ്രത്യാശ എവിടെ ചെല്ലും? ദൈവവും ദൈവത്തിൻ്റെ മഹത്വത്തിലും. നമ്മുടെ ഗ്ലോറിഫിക്കേഷൻ, നമ്മുടെ മഹത്വീകരണം. ഞാൻ ഈ വിശ്വാസത്തെപ്പറ്റി വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസം മുഴുവൻ ലോകത്തിലാണ്. നമ്മളുടെ ഒരു 99% പേരുടെയും, അല്ലെങ്കിൽ ഒരു വലിയ മെജോറിറ്റി, ഭൂരിപക്ഷത്തിൻ്റെയും വിശ്വാസം നമ്മൾ ഒരു പ്രാർത്ഥനയിലിരുന്ന്, അല്ലെങ്കിൽ ഒരു ദിവ്യകാരുണ്യത്തിലിരുന്ന്, അല്ലെങ്കിൽ ഒരു ഏകാന്തതയിലിരുന്ന് ചിന്തിച്ചാൽ നമ്മൾ മനസ്സിലാക്കും, നമ്മൾ നമ്മുടെ ലോകത്തിൽ, നമ്മൾ നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ കുടുംബമില്ലാത്തവരാണെങ്കിൽ ഈ ലോകത്തിൻ്റെ ചുറ്റുപാടുകൾ, അതിനപ്പുറം ദൈവമുണ്ടെന്നുള്ളൊരു പ്രത്യാശയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ആ പ്രത്യാശയ്ക്ക് ഒരു സീമ, അതിര് നിശ്ചയിച്ച് പോവുക.
അതിൻ്റെ അപ്പുറത്തോട്ട് കാണാൻ തിന്മയുടെ കെട്ടുകൾ നമ്മളെ അനുവദിക്കുന്നില്ല. ആ തിന്മ കെട്ടിയിട്ടേക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ യേശു ക്രിസ്തുവിനോട് പൂർണ്ണമായിട്ട് ഐക്യപ്പെടാത്തതുകൊണ്ട്. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടാൽ നമ്മുടെ ഉള്ളിൽ മാമോദീസായിൽ നിക്ഷേപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് അതിൻ്റെ പ്രവർത്തനം തുടങ്ങും. ജീവജലത്തിൻ്റെ അരുവിയായിട്ട്, നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന ജീവജലത്തിൻ്റെ അരുവിയായിട്ട് അതൊഴുകും. അത് സമറിയക്കാരത്തിയോട് യോഹന്നാൻ്റെ 4-ാം അധ്യായത്തിലും പിന്നീട് യോഹന്നാൻ 6-ലും 8-ലും ഒക്കെ ഈശോ വിവരിക്കുമ്പോൾ, എന്നിൽ വിശ്വസിക്കുന്നവന് ജീവൻ്റെ ജലം നൽകും, ദാഹിക്കുന്നവൻ എൻ്റെ അടുത്ത് കുടിക്കാമെന്നൊക്കെ പറയും. അവൻ്റെ തിരുനാളിൻ്റെ പോയപ്പോൾ ഈശോ പറയുകയാണ് യോഹന്നാൻ 8-ൽ ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. സമറിയക്കാരി സ്ത്രീയോട് പറയുകയാണെങ്കിൽ ഒരിക്കലും അവന് ദാഹിക്കത്തില്ല. ആ അരുവിയുടെ ഒഴുക്കാണ്, ജീവജലത്തിൻ്റെ അരുവിയുടെ ഒഴുക്ക്. അത് ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിട്ട് എവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത്? സ്വർഗത്തിൽ, നമ്മുടെ മഹത്വീകരണത്തിൽ. ആ ബോധ്യം നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട് നമ്മളിൽ ഈ പ്രാർത്ഥന ഉള്ളവരിൽ പോലും ഒരു വലിയ അതിൻ്റെ നമ്മുടെ ഒരു ഭാഗം, ഒരു ചിന്തയുടെ ഭാഗം, ഒരു 25% അല്ലെങ്കിൽ 20% അല്ല അതിൽ താഴെയോ സ്വർഗത്തിലേക്കും, ബാക്കി മുഴുവൻ നമ്മുടെ ഭൗതിക ജീവിതത്തിലുമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ വേദപാഠം പഠിച്ചാലും അടിസ്ഥാന വിശ്വാസത്തിൽ വളരാത്തതുകൊണ്ട്, അപ്പം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം തരും. അപ്പം പിള്ളേരുടെ ചിന്ത എന്താണ്? ഈ ലോകത്തിൽ ഓരോ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ കർത്താവിനെ സമീപിച്ചാൽ മതി. അവരടിസ്ഥാനപരമായ വിശ്വാസത്തിലേക്ക് വരുന്നില്ല. വിശ്വാസം എവിടെ തുടങ്ങണം? മാമോദീസയിൽ ലഭിച്ച വിശ്വാസം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗം തുറന്ന സ്വർഗത്തിലേക്ക് അങ്ങ് ചെല്ലണം. അതാണ് യാക്കോബ്, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണും, യാക്കോബിൻ്റെ ദർശനത്തിൽ കണ്ട ഗോവണി ആരാണ്? അതിനകത്ത് യാക്കോബ് പറയുകയാണ്, ഒരു ഗോവണി ഇങ്ങനെ അവന് ഹാരാനിലേക്ക് പോവുക, യെസോവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഹാരാവിലേക്ക് പോകുന്ന വഴി ഒരു സ്ഥലത്തെത്തിയെന്നേ പറയുന്നുള്ളൂ. പിന്നീട് ആ സ്ഥലം അതിന് ബദലെന്നും അല്ലെങ്കിൽ ലൂസെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ അവസാന ഭാഗത്ത്. അവിടെ പറയാൻ ഗോവണി ഭൂമിയിലും അതിൻ്റെ മറ്റേ അറ്റം സ്വർഗത്തിലും മാലാഖമാർ കയറി ഇറങ്ങുന്നു. അപ്പോൾ ആ വചനഭാഗം മനസ്സിലാക്കണമെങ്കിൽ ഈ നഥാനയേലിനോട് ഈശോ പറഞ്ഞ വാക്യം ഫിലിപ്പോസും നഥാനയേലിനെ കൂട്ടിക്കൊണ്ടുവരിക. അപ്പം ഇതായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്നൊക്കെ പറഞ്ഞ് ഈശോ പറയുമ്പം നഥാനയേൽ ചോദിക്കുന്നുണ്ട്, അങ്ങാണോ ഗുരു എന്നൊക്കെ ചോദിക്കുമ്പം ഈശോ പറയുക, നിന്നെ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ കണ്ടു. അപ്പം അത്തിമരത്തിൻ്റെ ചുവട്ടിൽ കണ്ടു എന്ന് പറയുമ്പം, നീ ഇന്നലെ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ അവന് ഭയങ്കര വണ്ടറായി, അത്ഭുതമായി. നീ ഇസ്രായേലിൻ്റെ ഗുരുവാണെന്നെല്ലാം പറഞ്ഞ് മുഖത്തപ്പെടുന്നു. അതൊന്നുമല്ല, നീ ഇനിയും വലിയ കാര്യങ്ങൾ കാണാനിരിക്കുന്നു. സ്വർഗം തുറക്കപ്പെടുന്നതും മാലാഖമാർ മനുഷ്യപുത്രൻ്റെ മേലെ ഇറങ്ങി വരുന്നതും അവിടുന്ന് കയറുന്നതും നീ കാണും. ഇതേ വാക്യമാണ് ഈ യാക്കോബിൻ്റെ ദർശനത്തിൽ യാക്കോബ് ഈ ഗോവണി കണ്ടപ്പോൾ കിട്ടിയത്. സ്വർഗം തുറന്നിരിക്കുന്നതും ഭൂമിയിൽ നിന്നും ഗോവണി ഇങ്ങനെ ഭൂമിയുടെ ഒരറ്റത്തുനിന്ന് ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം എത്തുന്ന ഗോവണി, അതിൽ നിന്ന് മാലാഖമാർ കയറുന്നു ഇറങ്ങുന്നു. അപ്പോൾ ആ ഗോവണി ആരാണ്? ആ ഗോവണി യേശു ക്രിസ്തു. അതിലൂടെയാണ് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുന്നത്. യേശു ക്രിസ്തു ആകുന്ന ഗോവണിയിലൂടെ. ആ വാക്യങ്ങൾ ആ ഉൽപ്പത്തി പുസ്തകത്തിലെയും ഈ നഥാനയേലിനോട് പറഞ്ഞു താരതമ്യം ചെയ്താൽ നമുക്ക് നല്ല ബോധ്യം കിട്ടും. ആ ഗോവണി യേശു ക്രിസ്തുവാണ്. അപ്പോൾ ആ നമ്മുടെ പ്രത്യാശയും ഇതുപോലെ എന്താണ്? ഭൂമിയിൽ നിന്ന് യേശുക്രിസ്തു വഴി സ്വർഗത്തിലോട്ട് ചെല്ലണം. അത് നമ്മുടെ മക്കളറിയാത്തതുകൊണ്ട് എന്ത് പറ്റുന്നു? കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള വിശ്വാസമായിട്ട് നമ്മുടെ വിശ്വാസം അധപ്പതിച്ച് പോയി. അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ് വേദപാഠം കഴിയുമ്പം ദൈവവചനത്തിൻ്റെ ഒരു അടിത്തറയും അവർക്കില്ല, വിശ്വാസത്തിൻ്റെ അടിത്തറയുമില്ല. അവർ കാണിച്ചു കൂട്ടുന്നതെല്ലാം, എല്ലാവരും ഞാൻ പറയുന്നില്ല, പക്ഷെ ബഹുഭൂരിപങ്കും അവരുടേതായ ജീവിത രീതികളിലേക്ക് പിന്തിരിയുക. കുറേ പേര് തോന്നിവാസത്തിലേക്ക് പോകും, കുറേ പേര് അല്പം പ്രാർത്ഥനയൊക്കെ ആയിട്ട് ജീവിക്കുമെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് വിധേയമല്ലാത്തൊരു ജീവിതം, ഭൗതിക ജീവിതം. അപ്പോൾ നമ്മൾ പരാജയപ്പെടുന്ന എവിടെയാണ്? യഥാർത്ഥ വിശ്വാസം പകർന്നു കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുക. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അത് വിശദമാക്കി കൊണ്ടുവരിക. ഇനി നമുക്ക് ബാക്കി കാണാം. നമ്മൾ
റോമാലേഖനം 8:24-25 നമുക്കൊന്നുകൂടി അത് വ്യക്തമാകും. ഇൻ ഹോപ്പ് വി വെർ സേവ്ഡ്. നൗ ഹോപ്പ് ദാറ്റ് ഈസ് സീൻ ഈസ് നോട്ട് ഹോപ്പ്. For who hopes for what is seen? But if we hope for what we do not see, we wait for it with patience. അതായത് പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. അതാ തുടക്കം. റോമ 8:24-25. ഹോപ്പ് ദാറ്റ് ഈസ് സീൻ ഈസ് നോട്ട് ഹോപ്പ്. കണ്ടു കഴിഞ്ഞ കാര്യം പിന്നെ പ്രത്യാശയല്ല, കാണാത്ത കാര്യമാണ് പ്രത്യാശ. ഹോപ്പ് ദാറ്റ് ഈസ് സീൻ ഈസ് നോട്ട് ഹോപ്പ്. ഫോർ ഹൂ ഹോപ്സ് ഫോർ വാട്ട് ഈസ് സീൻ. കണ്ടു കഴിഞ്ഞതിനെ ആരെങ്കിലും പ്രത്യാശ വെച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല. നമ്മൾ ഒരു വലിയൊരു സ്ഥലത്ത് പോയി ഇപ്പം കൊടൈക്കനാലിൽ പോകുന്നു, കാണുന്ന ആഗ്രഹമുണ്ട്, അതൊരു പ്രത്യാശയാണ്. അപ്പം കൊടൈക്കനാലിൽ പോയി നമ്മളൊരു ദിവസം ടൂറൊക്കെ ചെയ്ത് അവിടെ പോയി കണ്ടു, ഇതൊക്കെ ആസ്വദിച്ചു, ഒരു ദിവസം കൊണ്ടൊക്കെ ആസ്വദിച്ചു. പിന്നെ നമ്മളെന്താ കൊടൈക്കനാലിനെ പറ്റി നമുക്ക് പ്രത്യാശയുണ്ടോ? ഇല്ല. നമുക്കിവിടെ അതൊക്കെ എല്ലാം ആസ്വദിച്ച് കണ്ടു കഴിഞ്ഞു. അപ്പം നമുക്കൊരു ഭൗതിക കാര്യം കിട്ടിയാലും അത് നമ്മൾ കിട്ടിക്കഴിഞ്ഞു, പിന്നെ നമ്മൾ പ്രത്യാശ വെച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല. അല്ല വേറൊരു കാര്യം കിട്ടി, അതെല്ലാം എന്താണ്? ദാറ്റ് ഈസ് ടെമ്പററി. നമ്മുടെ പ്രത്യാശ മുകളിലൊക്കെ എത്തേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കാണാത്തതിനെയാണ് പ്രത്യാശിക്കുന്നതെങ്കിൽ നമ്മൾ വിൽ വെയിറ്റ് ഫോർ ഇറ്റ് വിത്ത് പേഷ്യൻസ്. വി ഹോപ്പ് ഫോർ വാട്ട് വി ഡു നോട്ട് സീ, വി വെയിറ്റ് ഫോർ ഇറ്റ് വിത്ത് പേഷ്യൻസ്. കാണാത്തതിനാണ് നമ്മൾ കാത്തിരിക്കുന്നതെങ്കിൽ ക്ഷമയോടെ അതിനു വേണ്ടി കാത്തിരിക്കും. അപ്പോൾ ഈ റോമ 8:26-30, 26-30 വരെ വചനങ്ങൾ നമ്മൾ അവിടെ കാണുകയാണ്. കാണപ്പെടാത്ത ഗ്ലോറിയിലേക്ക്, മഹത്വത്തിലേക്ക് ഒരുവനെ മുൻകൂട്ടി നിശ്ചയിച്ച് വിളിച്ച് നീതീകരിച്ച് മഹത്വപ്പെടുത്തുന്നു. ആ ഭാഗത്താണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി അവിടുന്ന് മാറ്റുന്നു. അവിടുന്ന് വിളിച്ചവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപകനാക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ചു, നീതീകരിച്ചു, മഹത്വപ്പെടുത്തി. ഇത് തൻ്റെ പുത്രൻ്റെ അനേകം സഹോദരൻ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്ന വചനഭാഗം അത്. അപ്പം മുൻകൂട്ടി നിശ്ചയിച്ച് നമ്മളെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നയിച്ച് ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തോട്, എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തോട്, പീഡാസഹന കുരിശുമരണങ്ങളോട് നമ്മളെ അനുരൂപരാക്കി നമ്മളെ ഈ ലോകത്തിൽ നിന്ന് വേർപെടുത്തി അങ്ങനെ നമ്മളെ മാറ്റിക്കഴിയുമ്പം ആ മഹത്വത്തിലേക്ക് മഹത്വപ്പെടുത്താൻ വേണ്ടി, ക്രിസ്തുവിനോടുകൂടി നമ്മളെ മഹത്വപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ ആ പ്രത്യാശയാണ് കാണാത്ത പ്രത്യാശ. അത് സ്വർഗത്തിലെത്തുമ്പോഴല്ലേ, മരണസമയത്താണ് നമ്മൾ കാണുന്നത്. ആ പൂർണ്ണമായിട്ട് കാണുന്ന അന്ത്യവിധിയിലുമാണ്, നമ്മുടെ ശരീരങ്ങളോട് വീണ്ടെടുക്കപ്പെടുമ്പോൾ. അപ്പം ആ പ്രത്യാശയിലേക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം നമ്മളെ നയിക്കേണ്ടത്. ഇനി നമ്മൾ 2 കൊറിന്തോസ് 4:18 ഒന്നുകൂടി ഇത് വ്യക്തമാക്കാം. 2 കൊറിന്തോസ് 4:18. ബിക്കോസ് വി ലുക്ക് നോട്ട് അറ്റ് വാട്ട് ക്യാൻ ബി സീൻ ബട്ട് അറ്റ് വാട്ട് ക്യാനോട്ട് ബി സീൻ. ഞങ്ങൾ നോക്കുന്നത് കാണുന്നവയിലല്ല, ബട്ട് അറ്റ് വാട്ട് ക്യാനോട്ട് ബി സീൻ, കാണാത്തവയിലാണ് ഞങ്ങൾ നോക്കുന്നത്. എന്നിട്ട് പൗലോസ് പറയാണ്, ഫോർ വാട്ട് ക്യാൻ ബി സീൻ ഈസ് ടെമ്പററി ബട്ട് വാട്ട് ക്യാനോട്ട് ബി സീൻ ഈസ് ഇറ്റേണൽ. കാണുന്നത് താൽക്കാലികമാണ്, കാണപ്പെടാത്തത് നിത്യമാണ്. അപ്പം നമ്മുടെ വിശ്വാസം എത്തി നിൽക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നമ്മെ നയിക്കേണ്ടത് കാണപ്പെടുന്ന താൽക്കാലിക കാര്യങ്ങളിലല്ല. അത് വസ്തുക്കളാകാം, സൗഖ്യങ്ങളാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആകാം. ഇറ്റേണൽ തിങ്സിൽ, കാണപ്പെടാത്ത കാര്യങ്ങൾ. കാണപ്പെടാത്ത ദൈവം ഉണ്ടെങ്കിൽ കാണപ്പെടാത്ത കാര്യങ്ങളുമുണ്ട്. ദൈവം കാണപ്പെടാത്തവനാണല്ലോ. യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ കാണാൻ പറ്റിയില്ല. യേശു തന്നെ പറഞ്ഞു, പിതാവിനെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പം നമ്മൾ ഒരു മനസ്സിലൊരു ചോദ്യം വരും. ഈശോ പറഞ്ഞല്ലോ, ഇപ്പം താബോർമലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പം ഒരു മഹത്വീകരണമൊക്കെ കഴിഞ്ഞ് ശിഷ്യന്മാർ വന്നു കഴിഞ്ഞപ്പം കുറച്ച് ശിഷ്യന്മാരവിടെയാണ്. 3 ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അപ്പം ബാക്കി ശിഷ്യന്മാർ താഴെയുണ്ട്. അപ്പോൾ അവരുടെ ഒരു ജനക്കൂട്ടമുണ്ട്. അപ്പോൾ ഒരു പിശാച് വെച്ചൊരു മകനെ കൊണ്ടൊരു അപ്പൻ അവരുടെ അടുത്ത് അവർക്ക് സുഖപ്പെടുത്താൻ പറ്റിയില്ല. അപ്പം പറഞ്ഞു, നിനക്ക് കഴിയുമെങ്കിൽ നിനക്ക് സുഖപ്പെടുത്താവോ? ഇവർക്ക് പറ്റിയില്ല. അപ്പോൾ ഈശോ അവരോട് ചോദിക്കുന്നു, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. എവറിത്തിങ് ഈസ് പോസിബിൾ
ഫോർ വൺ ഹു ബിലീവ്സ്. ഈശോ പറയുക. അപ്പോൾ അവിടെ മകനെ സുഖപ്പെടുത്തി കൊടുക്കുക. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ തളർവാദ രോഗിയെ കിടക്കയോടെ എടുത്ത് ഇറക്കുന്ന ഭാഗം നമ്മൾ കാണുന്നുണ്ട് കഫർനഹൂമിൽ. അവിടെയും ഈശോ അവരുടെ വിശ്വാസം കണ്ട് അവനെ സുഖപ്പെടുത്തുക. പക്ഷെ നമ്മൾ കാണണം, അവൻ്റെ പാപങ്ങൾ ആദ്യം മോചിക്കുന്നത്. ആ പാപങ്ങൾ മോചിക്കുന്നതിലൊരു സൂചന, ആ പാപത്തിൻ്റെ മോചനത്തിലൂടെ അവൻ്റെ നിത്യമായ പ്രത്യാശയിലേക്ക്, സ്വർഗത്തിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ നമ്മൾ ഈ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ അത്ഭുതങ്ങളൊക്കെ ഈശോ കാണിക്കും, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടും, മലയോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറും എന്നൊക്കെ പറഞ്ഞ പല ഭാഗങ്ങളുണ്ട് സുവിശേഷത്തിൽ. നമ്മൾ ചിന്തിക്കുന്നത്, അപ്പോൾ അതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ലേ? അത് വിശ്വാസത്തിൻ്റെ താൽക്കാലികമായ അടിത്തറയാണ്. ഈശോ ചില അടയാളങ്ങൾ കാണിക്കുന്ന, അപ്പം വർദ്ധിച്ചപ്പം രണ്ടാമത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 5-6 അധ്യായങ്ങളിലാണ് നമ്മൾ കാണുന്നത്. അപ്പം വർദ്ധിച്ചപ്പം അവരൊക്കെ ഭക്ഷിച്ചിട്ട് പിന്നെയും പിറ്റേ ദിവസം അവർ പിന്നെയും ഈശോയെ കാണാൻ വേണ്ടി ആ ഭാഗത്ത് വരും. കാണാഞ്ഞിട്ട് പിന്നെയും പോയിട്ട് ഈശോയെ തപ്പിത്തേടി പോവുക. അപ്പോൾ ഈശോ പറയുക, നിങ്ങൾ വന്നത് ഈ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ വന്നത്? നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രം തരുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. അപ്പം അവിടെയും ആ അത്ഭുതങ്ങളൊക്കെ ഈശോ കാണിച്ചെങ്കിലും അത് ദാറ്റ് വാസ് എ സൈൻ. അതൊരു അടയാളമായിരുന്നു. എന്തിലേക്കുള്ള അടയാളം ഒരിക്കലും നമ്മുടെ ലക്ഷ്യമല്ല. നമുക്കൊരു ട്രാഫിക്കിൽ നമ്മൾ പോകുമ്പം, കുറേ ദൂരം പോകുമ്പം വലത്തേക്ക് ഒരു സൈൻ ഇങ്ങനെ വെച്ചേക്കുക. അപ്പം ആ സൈനാണോ നമ്മുടെ ലക്ഷ്യമല്ല. ആ സൈൻ ചൂണ്ടിക്കാണിക്കുന്ന ദിശയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളിപ്പം ഒരു റോഡിൽ പോകുമ്പോൾ വലത്തേക്ക്, കുറേ കഴിയുമ്പോൾ വലത്തേക്ക് നമുക്ക് തിരിയുണ്ട്. അവിടെ ഒരു സൈൻ വെച്ചിട്ടുണ്ട്, നമ്മുടെ സ്ഥലത്തേക്കുള്ളൊരു സൈനാണെന്ന് വെച്ചു. അപ്പോൾ ആ സ്ഥലത്തേക്കുള്ള സൈനിലൂടെ നമ്മൾ ആ റോഡിൽ കൂടെ വലത്തോട്ട് തിരിയുക. സൈൻ കണ്ട്, ആ അടയാളം കണ്ട് വലത്തോട്ട് തിരിയുക. അപ്പം നമ്മൾ ആ സൈനിൻ്റെ അവിടെ നിന്ന് പോവുകയാണോ? അല്ല. നമ്മൾ ആ സൈൻ മനസ്സിലാക്കി വലത്തോട്ട് തിരിഞ്ഞ് നമുക്ക് എത്തേണ്ട സ്ഥലത്തോട്ട് പോവുക. അപ്പോൾ ഈശോ അപ്പം വർദ്ധിപ്പിച്ചപ്പം ഈശോ പറഞ്ഞു, ഇവിടെയല്ല, ഇതൊരു സൈനാണ്, എങ്ങോട്ട് പോകേണ്ടത്? ആ സൈൻ കാണിച്ചു തരുന്ന ദിക്കിലേക്ക് പോകണം. മനുഷ്യപുത്രൻ തരുന്ന അനശ്വരമായ അപ്പം, ആ അപ്പം ഭക്ഷിക്കുമ്പോൾ എന്ത് കിട്ടും? സ്വർഗം കിട്ടുക, സ്വർഗത്തിലാക്കേണ്ടത്. അപ്പം നമ്മൾ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള അടയാളങ്ങൾ, അത് നമുക്ക് രോഗസൗഖ്യങ്ങളായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ചില പ്രത്യേക ദൈവിക ഇടപെടലുകളായിട്ടും മറ്റ് ചില കാര്യങ്ങളിൽ നമ്മുടെ വേദനകളിൽ ഒരു ആശ്വാസമായിട്ടൊക്കെ കർത്താവ് തരും. പക്ഷേ ഇതൊക്കെ എന്താണ്? അടയാളം. ഓൾ ദീസ് ആർ സൈൻസ്. സയൻസ് എന്തിനു വേണ്ടിയാണ്? സയൻസ്, SIGNS, സയൻസ്. അടയാളങ്ങൾ എന്തിനു വേണ്ടിയാണ്? അടയാളങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്കുള്ള സൂചനകളാണ്, ചൂണ്ടുപലകകളാണ്. ലക്ഷ്യമെന്താണ്? സ്വർഗം. അപ്പം നമ്മൾ ധ്യാനകേന്ദ്രത്തിൽ പോയാലും, നമ്മൾ മറ്റ് ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും, വ്യക്തിപരമായ പ്രാർത്ഥനയിലും, ഏത് സാഹചര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ ഒരു ഇടപെടൽ ദൈവം ഉണ്ടായി കഴിയുമ്പം നമ്മളെന്ത് മനസ്സിലാക്കണം? ഒരു ചൂണ്ടുപലക, കർത്താവ് ഒരു ചൂണ്ടുപലക തന്നു. ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കാൻ കഴിയില്ലാത്ത അവസ്ഥയാണ്, ദൈവം ഇടപെടുന്നു. അപ്പോൾ എന്താണ്? അവർക്കൊരാശ്വാസമായി. അപ്പോൾ എന്താണ്? അവർക്കൊരടയാളം കിട്ടും. അവിടെ അതുകൊണ്ടാണോ അവർ നിൽക്കേണ്ടത്? അല്ല. നമുക്ക് പറ്റിപ്പോകുന്നത് ഈ അടയാളങ്ങളിൽ കുടുങ്ങിപ്പോവുക. നമ്മുടെ ജീവിതത്തിന് പറ്റുന്നത് ഇങ്ങനെ പല പല അടയാളങ്ങൾ തരും, അതിൽ കുടുങ്ങിപ്പോവുക. അത് കുടുങ്ങിക്കൊള്ളുമ്പോൾ നിത്യത എന്നുള്ള ലക്ഷ്യം വിട്ടു. യേശു കുരിശിൽ മരിച്ച് വീണ്ടെടുത്തത് എന്തിനാ? രോഗസൗഖ്യം തരാനാണോ? ഒരിക്കലുമല്ല. യേശു കുരിശിൽ മരിച്ച് അതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യും. അവൻ നമ്മുടെ രോഗങ്ങൾ വഹിച്ചു, നമ്മുടെ പാപങ്ങളാണ്. യേശയ്യ 53:4-5 കാണും. നമ്മുടെ അതിക്രമങ്ങളാണ് അവൻ വഹിച്ചത്, നമ്മുടെ രോഗങ്ങളാണ് അവൻ ചുമന്നത്. അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സുഖമാക്കപ്പെട്ടിരിക്കുന്നു. ബൈ ഹിസ് ബ്രോയിസസ് യു ആർ ഹീൽഡ്. അപ്പം അതൊക്കെ എടുത്ത് പ്രയോഗിക്കും. വചനത്തിനൊക്കെ ശക്തിയുണ്ട്, നമ്മൾ സുഖപ്പെടുകയും ചെയ്യും. പക്ഷേ ആത്യന്തികമായിട്ട് ആ ഒരു താൽക്കാലിക സുഖം തന്ന്, ആ സൗഖ്യം തന്നാലും വീണ്ടും മരണത്തിലേക്ക് നമ്മൾ പോകും. നമ്മൾ മരിക്കും, മനുഷ്യനായി മരിക്കും. അപ്പം ഈ താൽക്കാലികങ്ങളായ ഈ കാര്യങ്ങളിൽ നമ്മൾ നിന്ന് പോകരുത്. ഇങ്ങനെ നിന്ന് പോയാലുള്ളൊരു പ്രശ്നം, കുറച്ച് കഴിയുമ്പം ഈ താൽക്കാലിക അടയാളങ്ങൾ പോലും നിന്ന് പോകും. ദൈവം ഇടപെടില്ല. കാരണം അതുകൊണ്ട് അവൻ നിത്യതയിലേക്ക് പോവുകയില്ല എന്ന് ദൈവത്തിന് ബോധ്യമാകും.
അങ്ങനെ ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാർത്ഥിച്ചാലും എത്ര ധ്യാന കേന്ദ്രങ്ങളിൽ പോയി കൂടിയാലും അടിസ്ഥാനപരമായി ദൈവം ആഗ്രഹിക്കുന്ന മാറ്റം നമുക്കുണ്ടായില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭൗതികതയിലുള്ള നമ്മുടെ ജീവിതത്തിലുള്ള ഇടപെടലുകൾ നമ്മൾ കാണുകയില്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം കിട്ടാത്തത് ദൈവം പല അനുഗ്രഹങ്ങളും നമുക്ക് തന്നു. അതുകൊണ്ടൊന്നും ആ അടയാളങ്ങൾ കൊണ്ടൊന്നും നമ്മൾ ശരിയായ ദിശയിലേക്ക് തിരിഞ്ഞില്ല. ആ ദിശയിലേക്ക് തിരിയാൻ നമ്മൾ മനസ്സ് കാണിക്കാത്തതുകൊണ്ട് അടയാളങ്ങൾ അവിടുന്ന് പിൻവലിക്കുക. അതുകൊണ്ട് ഈശോ ഫരിസേയരോട് പറയുന്നത്, ഇനി അടയാളമൊന്നും നൽകപ്പെടുകയില്ല യോനായുടെ അടയാളമല്ലാതെ. അപ്പം ഈശോ യോനായുടെ അടയാളം സൂചിപ്പിക്കുമ്പം ഈശോ പീഡാസഹനം ത്തിൽ 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുന്ന ഭാഗമാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പം യോന മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കഴിഞ്ഞ പോലെ. അപ്പോൾ ആ അടയാളം ഏറ്റവും വലിയ അടയാളം, അതുവഴി ആ മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതും. അപ്പം നമ്മൾ ഇങ്ങനെ കുടുങ്ങിപ്പോയാൽ നമ്മുടെ ജീവിതം മുഴുവൻ വ്യർത്ഥമായി പോകും. യഥാർത്ഥത്തിൽ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തില്ല. തുടർന്ന് നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ വിശ്വാസത്തിൻ്റെ മാതൃകകളായിട്ട്, ഈ ഹെബ്രായ ലേഖനം 11 അധ്യായത്തിലാണ് നമ്മൾ അനേകരെ കാണുന്നുണ്ട് അവിടെ. അപ്പം അത് അബ്രാഹത്തിലാണ് തുടങ്ങുന്നത്. അപ്പം അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിലെത്തുമ്പോൾ ആദ്യം ആബേൽ ശ്രേഷ്ഠമായ ബലി അർപ്പിച്ചു. അവനത് സ്വീകാര്യമായി, ദൈവത്തിനത് സ്വീകാര്യമായി എന്നൊക്കെ പറയുന്നു. പിന്നെ ഏനോക്കിൻ്റെ കാര്യം പറയുന്നത്, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവന് മരണം ഇല്ലാതെ സംവഹിക്കപ്പെട്ടു. നോഹ നീതിമാനായിരുന്നു, ദൈവത്തെ പ്രസാദിപ്പിച്ചു. അതുകൊണ്ട് അതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ അവന് മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും, അവന് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും ദൈവം പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് ഈ ഭൂമി മുഴുവൻ നിറഞ്ഞുള്ള വെള്ളപ്പൊക്കം വന്ന് അതൊക്കെ കണ്ടു. പക്ഷേ അത് വിശ്വാസത്തിൽ മനസ്സിലാക്കി അതിന് പ്രൊട്ടക്ഷൻ കർത്താവിൻ്റെ പ്രകാരം എടുത്തുകൊണ്ടാണ് അവൻ രക്ഷിക്കപ്പെട്ടതെന്നൊക്കെ പറഞ്ഞ് ആ വിശ്വാസത്തിൻ്റെ മാഹാത്മ്യം ആബേൽ, അതുപോലെ ഈനോക്ക്, നോഹ, അതിലാണ് അവിടെ തുടങ്ങുന്നത്. പിന്നീട് അത് അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിലെത്തുമ്പോൾ ഹെബ്രായർ 11:13 പറയുകയാണ്, ഓൾ ഓഫ് ദീസ് ഡൈഡ് ഇൻ ഫെയ്ത്ത്. ഓൾ ഓഫ് ദീസ്, ഇവരെല്ലാം ഡൈഡ് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ മരിച്ചു. വിത്തൗട്ട് ഹാവിങ് റിസീവ്ഡ് ദ പ്രോമിസസ്. അപ്പം വാഗ്ദാനം ചെയ്യപ്പെട്ടത് സ്വീകരിക്കാതെ അവർ മരിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. ബട്ട് ഫ്രം എ ഡിസ്റ്റൻസ് ദേ സോ ആൻഡ് ഗ്രീറ്റഡ് ദം. ഒരു അകലത്തിൽ നിന്നുകൊണ്ട് ആ പ്രോമിസ് അവർ കണ്ടു, അതിനെ അവർ അഭിവാദനം ചെയ്തു. അപ്പോൾ ഈശോ അത് മനസ്സിലാക്കാൻ ഈശോ ജോൺ 8:56 യോഹന്നാന്റെ സുവിശേഷം 8:56 പറയുകയാണ്, യുവർ ആൻസസ്റ്റർ അബ്രഹാം റിജോയ്സ്ഡ് ദാറ്റ് ഹി വുഡ് സീ മൈ ഡേ, ഹി സോ ഇറ്റ് ആൻഡ് വാസ് ഗ്ലാഡ്. അബ്രാഹാം എൻ്റെ ദിവസം കാണാമെന്ന പ്രത്യാശയിൽ സന്തോഷിച്ചു, അവനത് കണ്ടു, അവൻ സന്തോഷിക്കുകയും ചെയ്തു. അപ്പോൾ അബ്രാഹത്തിൻ്റെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാൽ ഈശോ ജീവിച്ചത്. അബ്രാഹാം മുൻകൂട്ടി ദർശനത്തിൽ യേശുവിൻ്റെ വരവും യേശുവിൻ്റെ പീഡാസഹനവും എല്ലാം കണ്ടു, അത് ദർശിച്ചു. പക്ഷേ അബ്രാഹാം മരിച്ചപ്പോൾ അബ്രാഹത്തിന് സ്വീകരിക്കാൻ പറ്റിയില്ല. കാരണം ഈശോ ജനിക്കാനുള്ള സമയത്തിൻ്റെ പൂർണ്ണതയായിട്ടില്ല. അല്ലെങ്കിൽ ഈനോക്കോ ആബേലോ ഇവരൊന്നും ഇവർ ഈ വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ അറിയേണ്ടത്, വാഗ്ദാനം ചെയ്യുന്നത് എന്താണ്? വാഗ്ദാനം ചെയ്യുന്നത്, ദൈവം വാഗ്ദാനം ചെയ്യുന്ന നിത്യജീവനാണ്. ഇനി ഹെബ്രു 11:8 മുതൽ 10 വരെ അബ്രഹാമും ഇസഹാക്കും യാക്കോബും വാഗ്ദാന ദേശത്ത് വിദേശികളെ പോലെ കൂടാരങ്ങളിൽ പാർന്നു. നമുക്കറിയാം, അബ്രാഹാം അവിടുന്ന് ഈ കൽദായരുടെ ഊറിൽ നിന്ന് വന്ന് ഹാരാനിൽ വന്ന്, പിന്നെ അവിടുന്ന് ഹാരാനിൽ വെച്ച് ഈ പിതാവൊക്കെ മരിച്ചു, തേരാഹൊക്കെ മരിക്കുന്നു അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ലോത്തും അബ്രാഹാം കൂടെ വീണ്ടും നടന്ന് യാത്ര ചെയ്ത് ഇവിടെ കാനാൻ ദേശത്തെയാണ് മാമറയുടെ ഓക്കുമരച്ചോട്ടിലെത്തുന്ന ഭാവമൊക്കെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുകയാണ്. അവിടെ എത്തിയിട്ടും സ്വന്തമായിട്ടൊന്നുമില്ലാതെ ഈ ആടുമാടുകളെയൊക്കെ വളർത്തി ഒരു വിദേശിയെ പോലെ, ഇംഗ്ലീഷിൽ അതിനെ ഒരു ഏലിയൻ, ലീവ്ഡ് ആസ് ആൻ ഏലിയൻ എന്നാണ് പറയുന്നത്. അപ്പം ഒരു വിദേശിയെ പോലെ, പരദേശിയെ പോലെ കഴിഞ്ഞു. വാഗ്ദാനം, ഒരു നാട് വാഗ്ദാനം ചെയ്തു, പക്ഷേ വാഗ്ദാനം ചെയ്ത് അബ്രാഹാം സ്വീകരിക്കുന്നില്ല. അബ്രാഹാം പിന്നീട് 175 വയസ്സൊക്കെ ആകുമ്പോൾ അബ്രാഹാം മരിക്കുന്നതായിട്ട് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. അതിനുശേഷം ഇസഹാക്ക് അതിനിടയ്ക്ക് അബ്രാഹത്തിൻ്റെ പുത്രൻ ഇസഹാക്ക് ഉണ്ടായി.
അപ്പോൾ അബ്രാഹാം മരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പ്രായമൊക്കെ വെച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ യാക്കോബ് ഇസ്രായേൽ ജനിച്ചിട്ടുണ്ട്. യാക്കോബിനൊരു 10-15 വയസ്സ് കാണും. അപ്പോൾ അബ്രാഹത്തിന് വാഗ്ദാനപ്രകാരം ജനിക്കുന്നത്, ശ്രദ്ധിക്കണം, വാഗ്ദാനപ്രകാരം ജനിക്കുന്ന ഇസഹാക്കും ഈ യാക്കോബുമാണ്. അപ്പം അബ്രാഹത്തിനോട് പറഞ്ഞത് എന്താണ്? നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും കടൽത്തരി പോലെ. അപ്പം ഭൗതികമായിട്ട് നോക്കിയാൽ ആകെ പുത്രനും പൗത്രനും ഉള്ളൂ. എസാവ് വാഗ്ദാനത്തിൻ്റെ മക്കളൽ വരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പം ഈ 2 മക്കളും ഉള്ളൂ. അപ്പം അതുകൊണ്ട് അബ്രാഹത്തിൻ്റെ ദൈവം ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. അസംഖ്യം ഭൂമിയിലെ ജനതോല അനുഗ്രഹിക്കപ്പെടും, അതെല്ലാം പറഞ്ഞത് വാഗ്ദാനം ചെയ്തത് പ്രാപിക്കുന്നില്ല. എന്നാൽ അത് മുൻകൂട്ടി ദർശനത്തിൽ കാണുകയാണ്. ഹീബ്രു 11:10 വരുമ്പോൾ പറയുകയാണ്, ഹീ ലുക്ക്ഡ് ഫോർവേഡ് ടു ദ സിറ്റി ദാറ്റ് ഹാസ് ഫൗണ്ടേഷൻസ് ഹൂസ് ആർക്കിടെക്റ്റ് ആൻഡ് ബിൽഡർ ഈസ് ഗോഡ്. അപ്പോൾ അവൻ ശരിക്കും നോക്കിയത് ദൈവം ആർക്കിടെക്റ്റായ, ദൈവം ശില്പിയായ ഒരു നഗരത്തെയാണ്. അതിൻ്റെ ആ നിർമ്മാതാവ് ദൈവമാണ്. നമുക്കറിയാം എന്താണ് അത്? സ്വർഗമാണ്. അപ്പം ദൈവം നമുക്ക് നൽകുന്ന ഭവനത്തിലേക്കായിരിക്കണം നമ്മുടെ നോട്ടം. നമുക്ക് താൽക്കാലികമായിട്ട് ദൈവം ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായത് വാഗ്ദാനം ചെയ്യും. അതുതന്നെയാണ് അബ്രാഹത്തിനും കൊടുത്തത്. ഈ ഇസ്രായേൽ ദേശം, കാനാൻ ദേശം അബ്രാഹത്തിൻ്റെ ജീവിതകാലത്ത് അത് പൂർണ്ണമായിട്ട് കൊടുത്തില്ല. പിന്നീട് യാക്കോബ് ജനിച്ച് യാക്കോബും പോയി തിരിച്ചു പോയി. യാക്കോബ് മരിച്ച ശേഷം യാക്കോബ് ഈജിപ്തിൽ വെച്ചാണ് മരിക്കുന്നത്. പക്ഷേ അവനെ തിരിച്ചുകൊണ്ട് ഈ കാനാൻ ദേശം കൊണ്ട് അടക്കുന്നുണ്ട്. ഈ മാമ്രയുടെ അബ്രാഹം വാങ്ങിച്ച ഗുഹയിൽ അടക്കുന്നുണ്ട്. പിന്നീട് അവിടെ ഒരു 400 വർഷം പീഡനം അനുഭവിച്ച്, 430 വർഷം എന്നാണ് പറയുന്നത്, 430 വർഷം പീഡനം അനുഭവിച്ച് ജീവിച്ചതിന് ശേഷം അവർ തിരികെ വന്നാണ് ഈ കാനാൻകാരെ തോൽപ്പിച്ച് കർത്താവ് വാഗ്ദാനം ചെയ്യുന്ന നാട് കരസ്ഥമാക്കുന്നത്. പക്ഷേ പിന്നീട് അവർക്ക് നഷ്ടപ്പെടുന്നുമുണ്ട്. പിന്നെ നമുക്കറിയാം പലതവണ നഷ്ടപ്പെട്ടു. പിന്നീട് ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം യഹൂദന്മാർ അവിടെ നിന്ന് ചിതറിക്കപ്പെട്ടു. അപ്പം നിത്യമായിട്ട് നിങ്ങൾക്ക് നൽകുമെന്നുള്ള ദേശമൊക്കെ നമുക്കറിയാം. ഭൗതികമായിട്ട് നോക്കിയാൽ അവർക്ക് പിന്നീട് കിട്ടിയിട്ടില്ല. പിന്നീട് 1947 ഇസ്രായേൽ രാഷ്ട്രമൊക്കെ രൂപീകരിക്കപ്പെടുന്നത്. അപ്പം ഭൗതികമായ കാര്യങ്ങൾ നോക്കിയാൽ അബ്രാഹത്തിന് ലഭിച്ച വാഗ്ദാനം നമുക്കത് പൂർത്തീകരിക്കപ്പെട്ടതായിട്ട് കാണുന്നില്ല. അപ്പോൾ ശരിക്കും അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം അബ്രാഹം മുൻകൂട്ടി കണ്ടു. അത് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്വർഗമാണ്. അപ്പോൾ ആ ഭവനത്തിലേക്കായിരിക്കണം നമ്മുടെ നോട്ടം. നമ്മൾ വീഡിയോയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് വരികയാണ്. അത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹീബ്രു 11:39-40. യെറ്റ് ഓൾ ദീസ് ദോ ദേ വെർ കമൻഡഡ് ഫോർ ദെയർ ഫെയ്ത്ത് ഡിഡ് നോട്ട് റിസീവ് വാട്ട് വാസ് പ്രോമിസ്ഡ്. അപ്പം വാഗ്ദാനം ചെയ്യപ്പെട്ടത് അവർ പ്രാപിച്ചില്ല. വിശ്വാസത്തിൽ അവർ ഉറച്ചു നിന്നെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. അവരുടെ വിശ്വാസമൊക്കെ പ്രശംസിക്കപ്പെട്ടു, അംഗീകരിക്കപ്പെട്ടു. പക്ഷേ വാഗ്ദാനം ചെയ്തവർ പ്രാപിച്ചില്ല. സിൻസ് ഗോഡ് ഹാഡ് പ്രൊവൈഡഡ് സംതിങ് ബെറ്റർ സോ ദാറ്റ് ദേ വുഡ് നോട്ട് അപ്പാർട്ട് ഫ്രം us ബി മെയ്ഡ് പെർഫെക്റ്റ്. നമ്മെ കൂടാതെ പരിപൂർണരാക്കപ്പെടരുത് എന്ന് കണ്ട് ദൈവം അതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായത് കരുതിയിരുന്നു. അപ്പം നമ്മെ കൂടാതെ പരിപൂർണരാക്കപ്പെടരുത് എന്നുള്ളത് പുതിയ ഉടമ്പടിയാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ കൂടാതെ പരിപൂർണരാക്കപ്പെടും. അപ്പം ക്രിസ്തു വരുമ്പോഴാണ് പരിപൂർണത വരുന്നത്. ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെയാണ് നമ്മൾ പിതാവിൻ്റെ ആ ഒരു പൂർണ്ണതയിലേക്കൊക്കെ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് അന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിക്കാതെ മുൻകൂട്ടി ദർശിക്കാൻ മാത്രമേ ഈ പൂർവ്വപിതാക്കന്മാർക്ക് സാധിച്ചുള്ളൂ. അതായത് വിശ്വാസം അവസാനം ചെന്നെത്തുന്നത് പിതാവിൻ്റെ വലതുഭാഗത്ത് യേശു ഇരിക്കുന്ന സ്വർഗത്തിലാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഹീബ്രു 12:1-2 വാക്യങ്ങളിൽ പറയുകയാണ്, ലെറ്റ് us റൺ വിത്ത് perseverance the race that is set before us, looking to Jesus, the pioneer and perfecter of our faith. നമുക്ക് സ്ഥിരോത്സാഹത്തോടെ, വിത്ത് പെർസീവിയറൻസ്, സ്ഥിരമായ ഉത്സാഹത്തോടെ, സ്ഥിരതയോടെ നമുക്ക് മുന്നേറാം. ഈ നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടം, റേസ് ദാറ്റ് ഈസ് സെറ്റ് ബിഫോർ അസ്, നമ്മുടെ ജീവിതമാണ് ആ ഓട്ടം, നമുക്കറിയാം.
നമുക്ക് സ്ഥിരതയോടെ മുന്നേറാം. ലുക്കിംഗ് ടു ജീസസ്, യേശുവിലേക്ക് നോക്കിക്കൊണ്ടെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? യേശുവിൻ്റെ ജീവിതവും അവൻ്റെ കുരിശുമരണവും. അതിലേക്ക് നോക്കാതെ ഒരുവനും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരത്തില്ല. യേശുവിൻ്റെ ഉത്ഥാനത്തിലേക്ക് മാത്രം നോക്കിയാൽ, അതിലേക്ക് മാത്രമാണ് നമ്മുടെ ചിന്ത പോകുന്നെങ്കിൽ നമുക്ക് ആ ഉത്ഥാനം ലഭിക്കില്ല. കാരണം എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ നാം പങ്കാളികളാകുന്നില്ലെങ്കിൽ നമുക്ക് ഉത്ഥാനം കിട്ടത്തില്ല. ആ പങ്കാളിത്തം എങ്ങനെയാണ്? നമ്മളിലെ സ്വയമനുഷ്യനെ, നമ്മളിലെ അഹന്തയെ, നമ്മളിലെ സ്വാർത്ഥ മനുഷ്യനെ, നമ്മിലെ പഴയ ആ സത്വത്തെ നമ്മൾ പൂർണ്ണമായിട്ടും കർത്താവിന് സമർപ്പിക്കുകയാണ്. അതിലൂടെ വരുന്ന ആ ത്യാഗ ജീവിതം, പുതിയ മനുഷ്യനാകുക, അതില്ലാതെ നമുക്ക് ഉത്ഥാനമില്ല. ഉത്ഥാനം മരിച്ചതുകൊണ്ടാണ് ഉത്ഥാനം. അപ്പം ലുക്കിംഗ് ടു ജീസസ്, ദ പൈനിയർ ആൻഡ് ദ പെർഫെക്റ്റർ ഓഫ് അവർ ഫെയ്ത്ത്, നമ്മുടെ മാർഗദർശിയും നമ്മുടെ വിശ്വാസത്തിൽ പൂർണ്ണത എത്തിക്കുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് വേണം നാം മുന്നേറാൻ. നമ്മുടെ ജീവിതത്തിൽ നാം മുന്നേറേണ്ടത് മറ്റാരെയും നോക്കിക്കൊണ്ടല്ല, നമ്മുടെ മറ്റുള്ള ശ്രേഷ്ഠന്മാരെ പോലും നോക്കിക്കൊണ്ടല്ല. അവരും നമ്മൾ സഹായം സ്വീകരിക്കണം, പ്രബോധനങ്ങൾ സ്വീകരിക്കണം. പക്ഷേ നമുക്ക് മുന്നേറേണ്ടത് ആരെയും നോക്കിക്കൊണ്ടാണ്? യേശുവിനെ നോക്കിക്കൊണ്ട്. അപ്പോൾ അങ്ങനെ എന്നിട്ട് പറയുകയാണ്, ഹൂ ഇൻസ്റ്റെഡ് ഓഫ് ജോയ് ദാറ്റ് വാസ് സെറ്റ് ബിഫോർ ഹിം എൻഡുവേർഡ് ദ ക്രോസ്. അവന് സന്തോഷം സ്വീകരിക്കാതെ എന്ത് ചെയ്തു? കുരിശിനെ പുൽകി, കുരിശിനെ ആശ്ലേഷിച്ചു. ഡിസ്റിഗാർഡിങ് ഇറ്റ്സ് ഷെയിം, അതിൻ്റെ അപമാനം. നമുക്കറിയാം, കുരിശ് ശപിക്കപ്പെട്ടവർക്കുള്ളതാണ് കുരിശ്. അപ്പം പഴയ നിയമകാലത്ത് നമ്മുടെ ആ കാലഘട്ടത്തിലൊക്കെ എങ്ങനെയാണ്? കുരിശിന് മരിക്കുന്നവൻ ശാപത്തിന് വിധേയനാണ്, ശപിക്കപ്പെട്ടവനാണെന്നാണ് പറയുന്നത്. മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പം ആ ഷെയിം, ആ ലജ്ജ, ആ അപമാനം കണക്കിലെടുക്കാതെ എന്ത് ചെയ്തു? കുരിശിനെ പുൽകി. ആൻഡ് ഹാസ് ടേക്കൺ ഹിസ് സീറ്റ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദ ത്രോൺ ഓഫ് ഗോഡ്. അങ്ങനെ പുൽകിയതുകൊണ്ട് എല്ലാ നാമത്തെയേക്കാൾ ഉന്നതമായ നാമം നൽകി ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുത്തി. ഫിലിപ്പി ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് മുന്നേറാൻ, ആ ജീവിതം സ്വീകരിച്ചില്ലെങ്കിൽ, ഒരു വശത്ത് വിശ്വാസവും മറുവശത്ത് ലോകവുമായിട്ട് മുന്നോട്ട് പോയാൽ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ നമ്മൾ പങ്കുചേരില്ല. നമ്മുടെ മക്കൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കുമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ലോകത്തിൽ നിന്ന് മാറി ജീവിക്കണം. അത് ബോധപൂർവ്വം എടുക്കണം. ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തോട് നമ്മൾ പങ്കുചേരുക, നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് വഴി. ഓരോ ക്രിസ്ത്യാനിയും തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ്. അതാണ് ഈശോ യോഹന്നാൻ സുവിശേഷത്തിൽ 14, 15, 16, 17 അധ്യായങ്ങളിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ. 17 അധ്യായത്തിലൊക്കെ പ്രത്യേകിച്ച്, ലോകത്തിൽ നിന്ന് ഞാൻ അവരെ തിരഞ്ഞെടുത്തു. ലോകത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, ലോകത്തിൽ നിന്ന് അവരെ തിരഞ്ഞെടുത്തവർക്ക്, ഞാൻ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടി, നീ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ലോകത്തിൽ നിന്നൊരു സെപ്പറേഷനുണ്ട്. അതിൽ നിന്ന് മാറി നിൽക്കാതെ എന്തില്ല? പീഡാസഹനത്തിൽ പങ്കുചേരില്ല, നമുക്ക് ഉത്ഥാനവും കിട്ടില്ല. അപ്പം കുരിശിൻ്റെ അപമാനം സഹിച്ച് സ്വന്തം സന്തോഷം വേണ്ടെന്ന് വെച്ച് അതിനെ പുൽകിയ ഈശോയെ മാർഗദർശിയും പൂർണ്ണതയിലെത്തിക്കുന്നതിനായി കണ്ടു വേണം നമ്മുടെ വിശ്വാസ ജീവിതം കെട്ടിപ്പടുക്കാൻ. അല്ലാതെ താൽക്കാലികമായ രോഗശാന്തികളിലും താൽക്കാലികമായ സാമ്പത്തിക പ്രതിസന്ധികളുടെ ഇടപെടലിലും അല്ലെങ്കിൽ മറ്റ് നമ്മുടെ എന്തെങ്കിലും ഭൗതിക കാര്യങ്ങളിലുള്ള ദൈവികമായ ഇൻ്റർവെൻഷൻ ഇടപെടൽ മാത്രമല്ല, അതിലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ദൈവം സമയാസമയത്ത് നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ദൈവം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് തരും. നമ്മൾ ആ അടയാളങ്ങളിൽ നിന്നു പോകരുത്. അടയാളങ്ങൾ തരുന്ന സൂചനകളിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഹെബ്രായർ 12 അധ്യായം 3 മുതൽ 11 വരെ വചനങ്ങളിൽ പഠിപ്പിക്കുകയാണ്. ഈ ഇപ്പോൾ പറഞ്ഞ നമ്മൾ ക്രിസ്തുവിൽ നോക്കിക്കൊണ്ട് അവൻ്റെ ജീവിതത്തെ മാതൃകയാക്കി മുന്നേറണം. ശിക്ഷണത്തിന് വിധേയരാകണം. ഹെബ്രായർ 12:7 എൻഡ്യൂർ ദ ട്രയൽസ് ഫോർ ദ സേക്ക് ഓഫ് ഡിസിപ്ലിൻ. ശിക്ഷണത്തിന് വേണ്ടി ഈ സഹനങ്ങളെ സ്വീകരിക്കാനാണ്, ക്ഷമയോടെ സ്വീകരിക്കാനാണ് ആ വചനം പഠിപ്പിക്കുന്നത്. ഗോഡ് ഈസ് ട്രീറ്റിംഗ് യു ആസ് ചിൽഡ്രൻ ആൻഡ് ഡിസിപ്ലിൻസ് യു ആസ് എ പേരൻറ്റ്. അപ്പം ദൈവം നമ്മളെ മക്കളായി കരുതിക്കൊണ്ട് ശിക്ഷണത്തിന് വിധേയമാക്കുന്നു. മക്കളല്ലെങ്കിൽ ശിക്ഷണത്തിന് വിധേയമാക്കുകയല്ല.
മക്കളായതുകൊണ്ട് ശിക്ഷണത്തിന് വിധേയമാക്കും. അതെന്തിനാണ്? അവൻ്റെ അവകാശത്തിൽ നമുക്ക് പങ്കുതരാൻ. എബ്രായ ലേഖനം 12:11 വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ശിക്ഷണം താൽക്കാലികമായിട്ട് സന്തോഷം എന്നതിനേക്കാൾ വേദനാജനകമാണ്. അതായത് നമ്മുടെ ജീവിതം, അതാണ് താൽക്കാലിക സമയം, ഈ ഭൗതിക ജീവിതം, അതിൽ വേദനാജനകമായിട്ട് തോന്നുമെങ്കിലും ബട്ട് ലേറ്റർ, പിന്നീട് അത് yields the peaceful fruit of righteousness, നീതിയുടെ സമാധാനമായ ഫലങ്ങൾ, നീതിയുടെ ഫലങ്ങൾ, സമാധാനത്തിൻ്റെ ആ ഫലങ്ങൾ, പീസ്ഫുൾ ഫ്രൂട്ട് ഓഫ് റൈറ്റിയസ്നെസ്, നീതിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കും. അതുകൊണ്ട് ബലമുള്ള നിങ്ങളുടെ മുട്ടുകളെയൊക്കെ ശക്തിപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് 12-ാമത്തെ വചനം വായിക്കുകയാണ്. നമ്മുടെ സഹനങ്ങളിലൊക്കെ നമ്മൾ ബലപ്പെട്ട് നിൽക്കണം, സന്ധി വിട്ടിടറിപ്പോകാതെ നമ്മുടെ കാലുകളെ ബലപ്പെടുത്തണം എന്ന് ഈശോ പറയുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി ഹെബ്രായർ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പം അതിൻ്റെ 7, 8, 9 വചനങ്ങളിൽ റിമെമ്പർ യുവർ ലീഡേഴ്സ് ആൻഡ് കൺസിഡർ ദ ഔട്ട്കം ഓഫ് ദെയർ വേ ഓഫ് ലൈഫ് ആൻഡ് ഇമിറ്റേറ്റ് ദെയർ ഫെയ്ത്ത്. നിങ്ങളുടെ നമ്മുടെ മുമ്പിൽ ജീവിച്ച സാക്ഷികൾ, അത് നമ്മൾ 11-ാം അധ്യായത്തിൽ കാണുന്നുണ്ടല്ലോ. ഈനോക്ക്, നോഹ, അതുപോലെ ആബേൽ, അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്, പിന്നെ വേറെ ഒത്തിരി പ്രവാചകന്മാരുടെ കാര്യങ്ങൾ അതിനകത്ത് ഞാൻ പറഞ്ഞില്ലെന്നുള്ളൂ സൂചിപ്പിക്കുന്നുണ്ട്. മോശയുടെ കാര്യവും ഒത്തിരി ഇസ്രായേലൈറ്റ് ഹീറോസിൻ്റെ കാര്യമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അതിനകത്ത്. അങ്ങനെയുള്ള ലീഡേഴ്സിനെ നിങ്ങൾ ഓർക്കണം, അവരുടെ ജീവിത രീതികൾ നിങ്ങൾ പരിഗണിക്കണം, അവരുടെ വിശ്വാസം നിങ്ങൾ അനുകരിക്കണം. അതാണ് 13-ാം അധ്യായം 7-ാം വാക്യം. എന്നിട്ട് പറയുകയാണ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. ഡു നോട്ട് ബി ക്യാരിഡ് അവേ by all kind of strange things, for it is well for the heart to be strengthened by grace, not by regulations about food. അപ്പം യേശുക്രിസ്തു ഇന്നും ഇന്നലെയും ഇന്നും ഒരുവൻ തന്നെ. അപ്പോൾ നമ്മൾ ആ വചനഭാഗം അവിടെയാണ് കാണുന്നത്. ഇത് എപ്പോഴും കേൾക്കുന്ന വചനഭാഗം, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും ഒരുവൻ തന്നെ. നമ്മൾ ഈ വചനം മാത്രം, അതിൻ്റെ പശ്ചാത്തലം ഒന്നും നോക്കാതെ അടർത്തിയെടുത്ത് ഒത്തിരി മനുഷ്യർ ദുരുപയോഗം ചെയ്യുന്ന, വചന ശുശ്രൂഷകർ പോലും ദുരുപയോഗം ചെയ്യുന്ന വചനഭാഗം അത്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും ഒരുവൻ തന്നെയാണ്. പലതരത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ച് ദുരുപയോഗം ചെയ്യുന്നൊരു ഭാഗമാണ്. നമ്മൾ ആ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പം നമ്മൾ അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാൻ അതിൻ്റെ തൊട്ട് താഴത്തെ വചനം ഹീബ്രു 13:7-8 ഈ യേശുക്രിസ്തു ഇന്നലെ ഇന്നും ഒരുവൻ തന്നെ. 9-ാമത്തെ വചനത്തോനും പറയുകയാണ്, ഡു നോട്ട് ബി ക്യാരിഡ് അവേ ബൈ ഓൾ കൈൻഡ്സ് ഓഫ് സ്ട്രേഞ്ച് ടീച്ചിങ്സ്. എല്ലാ തരത്തിലുമുള്ള ഈ പ്രബോധനങ്ങളുടെ പുറകെ നിങ്ങൾ ക്യാരിഡ് അവേ ആകരുത്, നിങ്ങൾ വീണ് പോകരുത്. എന്നിട്ട് പറയുകയാണ്, ഹൃദയത്തെ കൃപ കൊണ്ട് ശക്തമാക്കുന്നതാണ് ഉചിതം. കൃപ കൊണ്ട് ശക്തമാക്കണ എന്തു വരണം? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ടും അവൻ്റെ പീഡാനുഭവം, അവൻ്റെ മരണ സഹന ജീവിതത്തോട് നമ്മൾ താതാത്മ്യപ്പെടണം. ആ കൃപ കൊണ്ട് നിറയാനാണ് പറയുന്നത്. ആ ജീവിതത്തോട് താതാത്മ്യപ്പെടാതെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും സ്തുതിച്ചാലും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തോട് താതാത്മ്യപ്പെടാനുള്ള, അനുരൂപപ്പെടാനുള്ള ഒരു മനസ്സില്ലാതെ ചെയ്യില്ല, കൃപയിൽ വളരില്ല. അതുകൊണ്ട് പൗലോസിലൂടെ ഈശോ പറയുന്നുണ്ടല്ലോ, എൻ്റെ ശക്തി നിന്നിൽ പ്രകടമാകണം. ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്. നമ്മുടെ ബലഹീനതകളെ കർത്താവിന് സമർപ്പിച്ച് യേശുവിൻ്റെ ശക്തി നമ്മളിൽ പ്രകടമാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം അതിൻ്റെ അർത്ഥം യേശുക്രിസ്തു ഇന്നലെ ഇന്നും ഒരുവൻ തന്നെ. യേശുക്രിസ്തുവിൻ്റെ പ്രബോധനത്തിന് അത് ഇന്നലെ ഇന്നും എന്നും ജീവിച്ച കാലഘട്ടത്തിലും നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലും ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിലും യേശുക്രിസ്തുവിൻ്റെ പ്രബോധനത്തിന് മാറ്റമില്ല, ഒരു മാറ്റവുമില്ല. അവൻ്റെ പ്രബോധനം എന്താണ്? ലോകത്തിൽ നിന്ന് വേറിട്ട് നടക്കുക, ഇടുങ്ങിയ വഴിയിലൂടെ, വാക്ക് ത്രൂ ദ നാരോ വേ. ബ്രോഡ് വേയിലൂടെയാണ് നടക്കുന്നതെങ്കിൽ, വീതി കൂടിയ വഴിയിലൂടെയാണ് നടക്കുന്നതെങ്കിൽ അത് പറയുകയാണ്, വിനാശത്തിൻ്റെ വാതിൽ വിസ്തൃതമാണ്, അത് നാശത്തിലേക്ക് നയിക്കുന്നു. അപ്പം
ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കണം എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. ലോകത്തിൽ നിന്ന് വിട്ട് സഞ്ചരിക്കണം. ആ പ്രബോധനത്തിന് അന്നും ഇന്നും എന്നും ഒരു മാറ്റവും ഇല്ല. അതാണ് ആ വചനത്തിൻ്റെ അർത്ഥം. യേശുക്രിസ്തുവിൻ്റെ പ്രബോധനത്തിന് ഇന്നലെയും ഇന്നും എന്നും ഒരു വ്യാഖ്യാനം മാത്രമേ ഉള്ളൂ. അവൻ പഠിപ്പിക്കുന്ന ജീവിത രീതി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ജീവിത രീതിയല്ല. ലോകത്തിൻ്റെ ജീവിത രീതിയിൽ ഒരു കാലും വെച്ച് മറ്റേ കാല് ദൈവത്തിലോട്ടും വെച്ച് മുന്നേറിയാൽ ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, ഈ ഒരു കണ്ണ് ഉള്ളവനായി പിന്നെ സ്വർഗത്തിൽ പോകുന്നതെന്നല്ല, രണ്ട് കണ്ണും ഉള്ളവനായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ. അപ്പോൾ എന്താണ്, നമ്മുടെ കാഴ്ച മുഴുവൻ, നമ്മുടെ ജീവിതമാകുന്ന കാഴ്ച മുഴുവൻ എന്താകണം? യേശുവിലായിരിക്കണം. ദൈവത്തെ നോക്കി, നിത്യജീവിതത്തെ നോക്കിയായിരിക്കണം. അല്ലാതെ ഒരു കണ്ണ് അവിടെ വെച്ചാൽ എന്താ, ഒരു കണ്ണ് ഇവിടെയും ഒരു കണ്ണ് ലോകത്തിലും ഒരു കണ്ണ് ദൈവത്തിലും വെച്ചാൽ രണ്ട് കണ്ണോടുകൂടി അവിടെ പോകുന്ന ഈശോ പഠിപ്പിക്കുന്നത് നരകത്തിലോട്ട് പോകുന്നു. ഒരു കണ്ണോടുകൂടി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ പാപപ്രവണതകളെ പിൻവലിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ നോട്ടം മുഴുവൻ എങ്ങോട്ടാക്കി? ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ള സ്വർഗത്തിലേക്ക് നോക്കുക. ക്രിസ്തു വസിക്കുന്ന സ്വർഗത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ നോക്കുക. കൊളോസോസ് 3:1 മുതലുള്ള വചനങ്ങളിൽ ആ ഭാഗമുണ്ട്. നിങ്ങൾ ക്രിസ്തുവിനോട് ഏൽപ്പിക്കപ്പെട്ടെങ്കിൽ ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലേക്ക് നോക്കുവിൻ, ഭൗതിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കരുത്. അപ്പം അങ്ങനെ ഒരു കണ്ണായിട്ട് നമ്മുടെ ജീവിതം മാറണം. നമ്മുടെ ചിന്തകളെല്ലാം ഒറ്റ ചിന്തയായിട്ട് മാറണം. നമ്മുടെ നടപ്പെല്ലാം എന്താണ്? ദൈവത്തിലേക്കുള്ള നടപ്പായിട്ട് മാറണം. അപ്പം അതുകൊണ്ട് വിചിത്രങ്ങളായ പ്രബോധനങ്ങളാൽ നമ്മൾ വഴിതെറ്റിപ്പിക്കപ്പെട്ട് പോകരുത്. സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന ഒത്തിരി സുവിശേഷ ശുശ്രൂഷകരുണ്ട്. രോഗശാന്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് ശുശ്രൂഷകരുണ്ട്. അപ്പോൾ അതിലൊരുപാട് നമ്മുടെ സഹോദരങ്ങൾ നമ്മൾ വീണു പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ജീവിക്കരുത്. നമ്മൾ ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, പത്രോസിനോട് നമുക്കറിയാം, പത്രോസ് പറഞ്ഞു, ഇത് നിനക്കൊരിക്കലും സംഭവിക്കാതിരിക്കട്ടെ ഈ പീഡാസനം. അപ്പോൾ സാത്താനെ ദൂരെ പോവുക, നിൻ്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. യു ഹാവ് സെറ്റ് യുവർ തോട്ട്സ് നോട്ട് ഓൺ ഡിവൈൻ തിങ്സ് ബട്ട് ഓൺ ഹ്യൂമൻ. മാനുഷികമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. നിൻ്റെ ചിന്ത മുഴുവൻ അപ്പം ദൈവിക ചിന്തയിലേക്ക് വരുമ്പം സഹനങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വലിയ പ്രതിബന്ധമായിട്ടോ പ്രശ്നമായിട്ടോ തോന്നില്ല. അപ്പോൾ ആ വചനത്തിൻ്റെ അർത്ഥം ഫെബ്രുവരി 13, 7, 8, 9 വചനങ്ങളുടെ അർത്ഥമാണ് പറഞ്ഞത്. ഇനി 13, 10, 14 വചനങ്ങളിൽ അതും പ്രധാന ഭാഗമാണ്. ഈശോ പഠിപ്പിക്കുകയാണ് എങ്ങനെ കൃപയിൽ വളരാം എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളത് വിശദമാക്കാൻ ശ്രമിക്കുക പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ, അല്ലാതെ നമുക്കത് മനസ്സിലാകത്തില്ല. പാപപരിഹാര ബലിക്കുള്ള മൃഗത്തിൻ്റെ രക്തമെടുത്ത് രക്തമെടുത്ത ശരീരം മഹാപുരോഹിതൻ പാളയത്തിന് പുറത്ത് ദഹിപ്പിക്കപ്പെടുന്നു. നമുക്കറിയാം വിവിധ ബലികൾ പഴയ നിയമത്തിലുണ്ട്. ദഹനബലി, പാപപരിഹാര ബലി, ധാന്യബലി, അങ്ങനെ പല ബലികൾ, ഒത്തിരി ബലികൾ പറയുന്നുണ്ട്. അതിൽ ഈ പാപപരിഹാര ബലിക്കുള്ള ഈ മൃഗത്തിൻ്റെ ശരീരം, രക്തമെടുത്ത ശരീരം മഹാപുരോഹിതൻ അത് ശരീരം പാളയത്തിന് പുറത്ത് ദഹിപ്പിക്കപ്പെടുകയും മഹാപുരോഹിതൻ്റെ രക്തമെടുത്ത് സാങ്ച്വറിയിൽ, അതായത് അതിവിശുദ്ധ സ്ഥലത്ത്, അതിൻ്റെ ഓൾട്ടറും ആർക്ക് ഓഫ് കവനൻ്റ്, ആ അതിവിശുദ്ധ സ്ഥലത്ത് മുഴുവൻ തളിക്കുകയാണ്. അപ്പം അവിടെ പഠിപ്പിക്കുന്നത് ഇതേപോലെ, അപ്പം ആ ബലിമൃഗത്തിൻ്റെ രക്തമെടുത്ത ശരീരം പുറത്തു കൊണ്ടുപോയി ദഹിപ്പിക്കുക. അതിനർത്ഥം അതിനവിടെ വലിയ വിലയില്ല. ആ രക്തം അതിവിശുദ്ധ സ്ഥലത്തേക്ക് വരുന്നു. അപ്പോൾ ആ ശരീരത്തിന് വില അധികം കൊടുക്കുന്നില്ല. ഇതുപോലെ ക്രിസ്തുവിൻ്റെ ശരീരം ജെറുസലേം കവാടത്തിന് പുറത്ത് വെച്ച് പീഡനമേറ്റു, ചിതറി. അപ്പം അതിനകത്ത് ആ വചനം പറഞ്ഞിരിക്കുന്നത്, ജീസസ് ഓൾസോ സഫേർഡ് ഔട്ട്സൈഡ് ദ സിറ്റി ഗേറ്റ് ഇൻ ഓർഡർ ടു സാങ്ക്ടിഫൈ ദ പീപ്പിൾ ബൈ ഹിസ് ഓൺ ബ്ലഡ്. ജനത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ജെറുസലേമിൻ്റെ കവാടത്തിന് പുറത്ത് വെച്ച് പീഡനമേറ്റു. അപ്പം പീലാത്തോസിൻ്റെ പുറത്ത് വെച്ചാണ് ഈശോയ്ക്ക് പീഡനമേക്കുന്നത്. ജെറുസലേം സിറ്റിക്ക് പുറത്ത് വെച്ചാണ്, ആ അർത്ഥത്തിലാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ജെറുസലേമിന് പുറത്ത് വെച്ച്, വിശുദ്ധിയുടെ പുറത്ത്, വിജാതിയരുടെ സ്ഥലത്ത് വെച്ച് ഈശോ പീഡനമേൽക്കുക.
അങ്ങനെ പീഡനമേറ്റ് എന്തിനാണ് ജനതയെ അവൻ്റെ രക്തം കൊണ്ട് വിസ്തീരിക്കുന്നത്? അങ്ങനെ പീഡനമേറ്റപ്പോൾ അവൻ്റെ രക്തം ശരിക്കും എവിടെയാണ് സമർപ്പിക്കപ്പെട്ടത്? രക്തം നിത്യപിതാവിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ സമർപ്പിക്കപ്പെട്ടു. നമ്മൾ ഭൗതികമായിട്ട് ചിന്തിക്കുമ്പോൾ രക്തം വീണത് പീലാത്തോസിൻ്റെ പ്രത്തോറിയത്തിലാണ്, അല്ലെങ്കിൽ ഈശോ നടന്ന വഴികളിലൂടെയാണ്, കുരിശിൻ്റെ വഴികളിലൂടെ. പക്ഷേ ശരിക്കും ആ രക്തം സമർപ്പിക്കപ്പെട്ടത് എവിടെയാണ്? രക്തം സമർപ്പിക്കപ്പെട്ടത് നിത്യപിതാവിൻ്റെ പക്കൽ സ്വർഗത്തിലാണ്. ആ രക്തം സമർപ്പിക്കപ്പെട്ടപ്പോൾ വിരി കീറി സ്വർഗം തുറന്നു. ആ രക്തം സമർപ്പിക്കപ്പെട്ടപ്പോൾ അതാണ് ഈശോ മരിച്ചത്, പൂർണ്ണതയിലെത്തി. അപ്പം ദേവാലയത്തിൻ്റെ വിരി കീറി എന്ന് പറയുന്നുണ്ട്, മോള് മുതൽ താഴെ വരെ. അപ്പം സ്വർഗത്തിൻ്റെ വിരി തുറന്നു. ആദം പാപം ചെയ്തപ്പോൾ അടഞ്ഞുപോയ സ്വർഗം, അത് ഉൽപ്പത്തി 3 നമ്മൾ കാണും. അടഞ്ഞുപോയ സ്വർഗം യേശുവിൻ്റെ പീഡാസഹന കുരിശുമരണത്തിൽ തുറന്നു. അവൻ്റെ രക്തം അവിടെ അർപ്പിക്കപ്പെട്ടത് വഴി തുറന്നു. അപ്പം ശരീരം പീഡനമേറ്റ് ചിതറുകയാണ് യേശുവിൻ്റെ ശരീരം. തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ ഈ 13-ാം അധ്യായത്തിൽ നമ്മൾ ഈ വാക്യങ്ങളിൽ കാണും. 10 മുതൽ 14 വരെ വാക്യങ്ങളാണ്. ശ്രദ്ധിച്ച് വായിച്ചാലും നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെ തന്നെ നമ്മളും പാളയത്തിന് പുറത്തിറങ്ങി ക്രിസ്തുവിനോടൊപ്പം അപമാനമേൽക്കാൻ പോകാം. എൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഇഷ്ടങ്ങളുടെ, നമ്മുടെ നിക്ഷേപങ്ങളുടെ, നമ്മുടെ സേഫ് കോർണറുകൾ, സുരക്ഷിതത്വങ്ങളുടെ ഒരു പാളയം നമ്മൾ തീർത്തിട്ടുണ്ട്. അത് നമ്മുടെ ചിന്തകളിൽ നിന്നും, മാനുഷിക ചിന്തകളിൽ നിന്നും ഒരു പാളയമാണ്. ലോകത്തിനോടൊപ്പം ജീവിക്കാനുള്ള നമ്മുടെ മോഹങ്ങൾ. ഈ പാളയത്തിൽ നിന്നും പുറത്തിറങ്ങി, ഈ ലോകത്തിൻ്റെ വസ്തുക്കളിൽ നിന്ന് പുറത്തിറങ്ങി, ലോകത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ എങ്ങോട്ട് പോകണം? ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് പോകണം. ആ പാളയത്തിന് പുറത്തിറങ്ങി ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് പോകുമ്പം എന്തുവരും? നമ്മൾ നിന്ദനമേൽക്കും. നമുക്ക് പീഡകൾ സഹിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ അവൻ്റെ പീഡാസഹനത്തോട് സ്വന്തം ഇഷ്ടങ്ങളുടെ, നമ്മുടെ സ്വന്തം താല്പര്യങ്ങളുടെ, നമ്മുടെ കുടുംബ സംരക്ഷണങ്ങളുടെ, അതായത് നമ്മൾ ഒരു വേലി തീർത്തിരിക്കുന്ന ഒരു നമ്മുടെ മനസ്സിൻ്റെ ഒരു ചുറ്റുപാടുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ നശിപ്പിച്ച് പോകണമെന്നല്ല, നമ്മൾ ഒരു സേഫ് കോർണർ ഒന്നും ചെയ്യാതെ നിർജ്ജീവമായിട്ടിരുന്ന് നമ്മുടെ കുടുംബത്തിൻ്റെയും മക്കളുടെയും കാര്യം മാത്രം നോക്കിക്കൊണ്ടിരുന്ന് നമ്മളൊരു സേഫ് കോർണർ, ഒരു സുരക്ഷിത കവാടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പുറത്തിറങ്ങി നമ്മുടെ സ്വജീവനെ ത്യജിച്ചുകൊണ്ട്, ഈശോ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. നമ്മുടെ ഇഷ്ടങ്ങളെ ത്യജിച്ചുകൊണ്ട് എന്തു ചെയ്യണം? പാളയത്തിന് പുറത്തിറങ്ങി ഈശോയോടൊപ്പം പോകാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ, മനസ്സിൻ്റെ ഇഷ്ടങ്ങളെ ഹനിച്ചുകൊണ്ട്, കൊന്നുകൊണ്ട്, ആത്മാവിനാൽ നിഹനിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിനാൽ നിഹനിച്ചുകൊണ്ട് എന്തു ചെയ്യണം? അതെല്ലാം ശരീരത്തെ അങ്ങനെ നിഹനിക്കുമ്പോഴാണ് എന്താണ്? ശരീരം ഒരു സജീവ ബലിയായിട്ട് ദൈവത്തിന് സമർപ്പിക്കുക. ഈശോ സമർപ്പിച്ചതുപോലെ നമ്മളെ, അപ്പം നമ്മൾ ആ ഇഷ്ടാനിഷ്ടങ്ങളെ ഹനിച്ച് നമ്മുടെ ശരീരം ആത്മാവിൻ്റെ പ്രേരണയ്ക്ക് മാത്രം വിധേയപ്പെട്ട് വരുമ്പോൾ ശരീരം സ്വീകാര്യമായ ബലിയായിട്ട് ദൈവത്തിന് സമർപ്പിക്കപ്പെടുക. അത് റോമ 12:1 നമ്മൾ കാണും. നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ പ്രയോജനം പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരവും സ്വീകാര്യവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവിൻ. ലിവിങ് സാക്രിഫൈസ് ആണ് പറയുന്നത്, ഹോളി ആൻഡ് അക്സെപ്റ്റബിൾ ടു ഗോഡ്. അപ്പം അങ്ങനെ ദൈവത്തിന് സമർപ്പിക്കണം. എന്നിട്ട് പറയുകയാണ്, ക്രിസ്തുവിനെ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുന്ന സ്തുതിയുടെ ബലി അർപ്പിക്കാം. ക്രിസ്തുവിനെ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുന്ന സ്തുതിയുടെ ബലി അർപ്പിക്കാം. അപ്പം നമുക്കറിയാം, നമ്മൾ ക്രിസ്തുവിനെ അധരം കൊണ്ട് ബോധപൂർവ്വം ഏറ്റുപറയുമ്പോൾ എന്താണ്? ലോകത്തിന് നിന്ദനമേൽക്കേണ്ടി വരും. ക്രിസ്തുവിനെ ഏറ്റുപറയാവുന്ന അവൻ്റെ കുരിശുമരണവും ഉദ്ധാനവുമാണ് നമ്മൾ ഏറ്റുപറയുന്നത്. അങ്ങനെ ഏറ്റുപറയുമ്പോൾ ലോകത്തിന് നിന്ദനമേൽക്കേണ്ടി വരും, നാം പീഡനം സഹിക്കേണ്ടി വരും. അങ്ങനെ ബലി അർപ്പിക്കണം. അപ്പോൾ ലോകത്തിൽ നിന്ന് മാറി നിന്ന്, ഇഷ്ടങ്ങളിൽ നിന്ന് മാറി നിന്ന് നമ്മൾ ബലി അർപ്പിക്കണം. ഇനി ഇതിൻ്റെ അവസാന ഭാഗം, അപ്പോൾ അതാണ് ഏറ്റവും സെൻട്രൽ പോയിൻ്റ്. ഇതിൻ്റെ അവസാന ഭാഗത്ത് വരുമ്പം നമ്മൾ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും എവിടെയാണ് പ്രവേശിക്കേണ്ടത് എന്ന് വെളിപ്പെടുത്തുന്നത് ആ വചനഭാഗം ഹെബ്രായർ 6 അധ്യായം 13 മുതൽ 20 വരെ വചനങ്ങളാണ്. അതിൽ നമ്മൾ കാണുകയാണ്, ദൈവം അബ്രാഹത്തെ അനുഗ്രഹിച്ചു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അനുഗ്രഹിച്ച്, ഐ വിൽ ഷുവർലി ബ്ലെസ് യു ആൻഡ് മൾട്ടിപ്ലൈ യു. ഞാൻ നിന്നെ നിശ്ചയമായും അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും. അപ്പം രണ്ട് വാഗ്ദാനങ്ങൾ എന്താണ്? നിന്നെ അനുഗ്രഹിക്കും, നിന്നെ വർദ്ധിപ്പിക്കും. ആ വാഗ്ദാനങ്ങൾ അബ്രാഹം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് പ്രാപിച്ചു.
അതാണ് ഹീബ്രു 6:13 വരെയുള്ള വചനങ്ങളാണത്. എന്നാൽ ഹെബ്രായർ 11 അധ്യായത്തിലെ 39 വാക്യം, അതായത് 11 അധ്യായത്തിലെ അവസാന വാക്യത്തിൽ പറയുകയാണ്, വാഗ്ദാനം ചെയ്യപ്പെട്ടത് അവർ പ്രാപിച്ചില്ല. അതായത് അബ്രാഹാം ഉൾപ്പെടെ പൂർവ്വപിതാക്കന്മാരുടെ ഒരു സമൂഹത്തെ പറ്റിയാണല്ലോ 11 അധ്യായത്തിൽ പറയുന്നത്. അവർ പ്രാപിച്ചില്ല. വിശ്വാസത്തിൽ ഉറച്ചു നിന്നെങ്കിലും അവരുടെ വിശ്വാസത്തെ ദൈവം അംഗീകരിച്ചെങ്കിലും they were all commended for their faith but not received what was promised to them. അവർ വാഗ്ദാനം ചെയ്ത് they did not receive what was promised to them. അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. ഈ 6-ാം അധ്യായത്തിൽ പറയാണ്, ദീർഘക്ഷമയോടെ കാത്തിരുന്ന് അബ്രാഹാം വാഗ്ദാനം പ്രാപിച്ചു. 6-ാം അധ്യായത്തിൽ 15-ാം വാക്യം, അബ്രാഹാം ഹാവിങ് പേഷ്യൻ്റ്ലി എൻഡ്വേർഡ് ഒബ്റ്റൈൻഡ് ദ പ്രോമിസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം വൈരുദ്ധ്യമുണ്ടോ? വൈരുദ്ധ്യം തോന്നും. 6-ഉം 11-ഉം, 6-ാം അധ്യായം 15-ാം വാക്യവും 11-ാം അധ്യായം 39-ാം വാക്യവും വൈരുദ്ധ്യമില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 8:56 പോകുമ്പം ഈശോ പറയുകയാണ്, അബ്രാഹാം എൻ്റെ ദിവസം കാണാമെന്ന പ്രത്യാശയിൽ സന്തോഷിച്ചു, അവന് ആനന്ദിക്കുകയും ചെയ്തു. അപ്പം അബ്രാഹത്തിനോട് വാഗ്ദാനം ചെയ്ത് ഭൗമിക സമ്പത്തായിരുന്നെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കാനാനിൽ വന്ന് സ്വന്തം ഒരു ലാൻഡ് ഉണ്ടാക്കാനോ ഒരു ഭൂമി ഉണ്ടാക്കാനോ ഒന്നും പറ്റിയില്ല. അബ്രാഹം ഒരു വിദേശിയെ പോലെ കുറച്ച് നാൾ ഈജിപ്തിൽ പോയി, ക്ഷാമം കാരണം ഈജിപ്തിലോട്ട് പോയി, പിന്നെ തിരിച്ചു വന്നു. പിന്നെ ഒരു കൂടാരങ്ങളിൽ പാർത്ത് ഒരു പരദേശിയെ പോലെ അവിടെ ജീവിക്കുകയാണ് ചെയ്തത്. ഇസഹാക്ക്, അബ്രാഹത്തിൻ്റെ പുത്രൻ ഇസഹാക്കും പിന്നീട് യാക്കോബും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇസഹാക്ക് ആദ്യം ഈ ഒരു സ്ഥലത്ത് താമസിക്കുന്ന നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഹാഗാർ ദൈവദൂതനെ കണ്ട സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ സ്ഥലത്ത് സെറ്റിൽ ചെയ്യുന്നതായിട്ട് ഹാഗാർ സാറായും തള്ളപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഉറവയുടെ സ്ഥലത്ത് പോയി ഇരുന്നെന്ന് പറഞ്ഞ് ദൈവദൂതനോട് പ്രത്യക്ഷപ്പെട്ടു, ഒരു നീരുറവയുടെ സ്ഥലത്ത്. ആ ഒരു സ്ഥലത്താണ് ഈ ഇസഹാക്ക് പോയി ആദ്യം താമസിക്കുന്നത്. അതിനുശേഷം പിന്നീട് അവൻ ഗെരാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, ഫിലിസ്തീൻസിൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ്. പിന്നെയും തിരിച്ചു വരുന്നുണ്ട്. അപ്പം ഒരു പരദേശിയെ പോലെ ഇസഹാക്ക് അലയുക. യാക്കോബാണെങ്കിൽ യേശാവിനെ പേടിച്ച് വീണ്ടും ഈ പാതാനാരാമിലേക്ക്, അവൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് അവിടെ പോയി കുറേ കാലം 14 വർഷത്തിലേറെ അവിടെ അധ്വാനിക്കുക. അപ്പോൾ ഇവർക്കാർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ട ഭൂമി, അവർ ഭൗമിക സമ്പത്താണ് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതെങ്കിൽ അവർക്ക് ലഭിച്ചിട്ടില്ല. പിന്നീട് ഈജിപ്തിൽ പോയ അടിമത്തത്തിന് ശേഷമാണ് അവർ ഈ തിരിച്ചു വരുമ്പോഴാണ് ഈ ദേശം കൊടുക്കുന്നത് തന്നെ. അപ്പം എന്നിട്ട് പറയുകയാണ് അപ്പം അബ്രാഹത്തിൻ്റെ സന്തതിയായ യേശുവിലൂടെയാണ്. അത് മുൻകൂട്ടി അവർ ദർശനത്തിൽ കാണുക. അബ്രാഹാം അത് മുൻകൂട്ടി ദർശിച്ചു എന്ന് ഈശോ പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ അതിന് വ്യക്തമായ സൂചന കാണുന്നില്ല. ദൈവദൂതനെ ദർശിച്ചു എന്ന് പറയുന്നുണ്ട്. ഈശോ എന്നാലും പറയുന്നുണ്ട് അവൻ എന്നെ മുൻകൂട്ടി ദർശിച്ചു. യാക്കോബ് ഗോവണി കണ്ടു. അപ്പോൾ ഗോവണി നമുക്കറിയാം, അത് യേശുവാണ്. ആ ഗോവണി സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ഗോവണി, മീഡിയേറ്റർ ആരാണ്? യേശുവാണ്. അപ്പം ഇസഹാക്കും ഒക്കെ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുക. അപ്പം പിന്നെ പഠിപ്പിക്കുകയാണ്, ദൈവത്തെ സംബന്ധിച്ച് മാറ്റമില്ലാത്ത 2 കാര്യങ്ങളിലൂടെ. ഹെബ്രായ ലേഖനം 6-ാം അധ്യായം ഈ പറഞ്ഞ 10 മുതൽ 13 തൊട്ട് 20 വരെയുള്ള വചനങ്ങളാണ് പറയുന്നത് കേട്ടോ. അതിൽ പറയണം, ദൈവത്തെ സംബന്ധിച്ച് മാറ്റമില്ലാത്ത 2 കാര്യങ്ങളിലൂടെ. അതായത് ഏതാണ് 2 കാര്യങ്ങൾ? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. അപ്പോൾ ആ 2 കാര്യങ്ങളിലൂടെ അവനിൽ അഭയം തേടിയിരിക്കുന്ന നമ്മൾ പ്രത്യാശ മുറുകെ പിടിക്കാൻ പ്രോത്സാഹിക്കപ്പെടുന്നു. അപ്പം നമ്മളെ ദൈവം അനുഗ്രഹിക്കും, നമ്മളെ വർദ്ധിപ്പിക്കും. ആ പ്രത്യാശയ്ക്കുള്ള പ്രോത്സാഹനമായിട്ടാണ് ദൈവം ആ വാഗ്ദാനം ഉറപ്പിച്ചിങ്ങ് തരുന്നത്. നീ ജനിച്ച് എൻ്റെ വിശ്വാസത്തിലേക്ക് വന്നോ, ഞാൻ നിന്നെ നിർബന്ധമായിട്ടും അനുഗ്രഹിക്കും, നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആ വാഗ്ദാനത്തിൻ്റെ പ്രത്യാശ നമ്മൾ മുറുകെ പിടിക്കും. അതാണ് ഈ പറയുന്നത്, when God decided to show even more clearly to the heirs of the promise the unchangeable character of his purpose. അവൻ്റെ മാറ്റമില്ലാത്ത ഉദ്ദേശം എന്തെന്ന്, അതിൻ്റെ വാഗ്ദാനം, ഉദ്ദേശത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്താണെന്ന് തൻ്റെ വാഗ്ദാനത്തിൻ്റെ അവകാശികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ അത് ഒരു പ്രതിജ്ഞ മുഖേന ഉറപ്പിച്ചു. ഐ വിൽ ഷുവർലി ബ്ലെസ് യു, ഉറപ്പായിട്ടും. അതൊരു ഓത്താണ്, ഒരു പ്രതിജ്ഞയാണ്. അങ്ങനെ ദൈവത്തെ സംബന്ധിച്ച് മാറ്റമില്ലാത്ത 2 കാര്യങ്ങളിലൂടെ, ആ 2 കാര്യങ്ങളാണ് ബ്ലെസ് യു, മൾട്ടിപ്ലൈ യു. അപ്പം അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും.
ഇൻ വിച്ച് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ദാറ്റ് ഗോഡ് വുഡ് പ്രൂവ് ഫോൾസ്. ഈ രണ്ട് കാര്യങ്ങളിലും ദൈവത്തിന് തെറ്റുപറ്റില്ല. ദൈവം പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. അങ്ങനെ ഉള്ള രണ്ട് കാര്യങ്ങളിലൂടെ നമുക്കൊരു വലിയ പ്രത്യാശ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ പ്രത്യാശ നമ്മൾ മുറുകെ പിടിക്കാൻ നമുക്ക് പ്രോത്സാഹനം കിട്ടുന്നു. എന്നിട്ട് അവസാനം 19-ാം വചനത്തിൽ പറയുകയാണ്, ഈ പ്രത്യാശ ആത്മാവിൻ്റെ നങ്കൂരമാണ്. അപ്പം നമ്മുടെ വിശ്വാസം നമ്മളെ എന്തിലേക്കാണ് നയിക്കേണ്ടത്? ദൈവം എന്നെ വിളിച്ചോ, അവൻ എന്നെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും, എന്നെ വർദ്ധിപ്പിക്കും, എന്നെ മഹത്വപ്പെടുത്തും. അതെനിക്ക് കാറ് തന്നുകൊണ്ടോ വീട് തന്നുകൊണ്ടോ അല്ലെങ്കിൽ രോഗസൗഖ്യം തന്നുകൊണ്ടോ ഒന്നുമല്ല, അവൻ്റെ പീഡാസഹനത്തിൽ എന്നെ പങ്കുചേർത്തുണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, അവനെ വിശ്വസിക്കാൻ മാത്രമല്ല അവനെ പ്രതി സഹിക്കുവാൻ വേണ്ടിയുള്ള അനുഗ്രഹം, ഇംഗ്ലീഷിലത് ഗ്രേഷ്യസ്ലി ഗ്രാൻഡഡ്, ഔദാര്യമായിട്ട് അവന് വിശിഷ്ടമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നു അവനെ പ്രതി സഹിക്കുവാൻ വേണ്ടിയുള്ള അനുഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഒക്കെ ഈ പറഞ്ഞ അവരുടെ കാലത്ത് തന്നെ അവർക്ക് ദേശം സ്ഥിരമായിട്ട് കൊടുക്കുമായിരുന്നു. അത് കർത്താവ് കൊടുത്തില്ല. വാഗ്ദാനം ചെയ്യപ്പെട്ടത് അവർ പ്രാപിച്ചില്ലെന്ന് പറഞ്ഞു. നമുക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടത് എന്താണ്? നമ്മുടെ രോഗശാന്തികളോ നമ്മുടെ നല്ല വീടോ സാമ്പത്തിക പ്രതിസന്ധിയിലോ ഇടപെടലോ ഒന്നുമല്ല. വാഗ്ദാനം ചെയ്യപ്പെട്ടത് എന്താണ്? യേശുക്രിസ്തു നമുക്ക് വേണ്ടി തുറന്നു തന്ന സ്വർഗത്തിലുള്ള മഹത്വമേറിയ ജീവിതം. അപ്പം അതിൻ്റെ അവസാന ഭാഗത്ത് പറയുകയാണ്, അപ്പോൾ നമുക്ക് ആത്മാവിൻ്റെ ഒരു സുസ്ഥിരമായ നങ്കൂരം, എ സ്റ്റെഡ് ഫാസ്റ്റ് ആങ്കർ ഓഫ് ദ സോൾ. നങ്കൂരം എന്തിനാണ്? കപ്പലിനെ കടലിൽ പിടിച്ചു നിർത്താൻ ഉപയോഗിക്കുന്ന ഒരു കൊളുത്ത് പോലെയുള്ള ഒരു സാധനമാണ്. അപ്പം ആ ഒരു കൊളുത്ത് എന്താണ്? ഈ ഹോപ്പ്, ഈ പ്രത്യാശ. അതായത് ഞാൻ നിന്നെ തൊട്ടോ, നിന്നെ അനുഗ്രഹിച്ചിരിക്കും, നിന്നെ വർദ്ധിപ്പിച്ചിരിക്കും. അതിൽ മുറുകെ പിടിച്ച് നമ്മൾ എങ്ങോട്ട് പോകും? അതാണ് അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുകയാണ് നമ്മൾ. 20-ാമത്തെ വാക്യം, നമ്മൾ 19-20, എ ഹോപ്പ് ദാറ്റ് എൻഡേഴ്സ് ദ ഇന്നർ ഷ്രൈൻ ബിഹൈൻഡ് ദ കർട്ടൻ. അതായത് വിരിയുടെ പുറകിലുള്ള അപ്പുറത്തുള്ള വിശുദ്ധ സ്ഥലത്തേക്ക്, അതിലേക്കാണ് പ്രത്യാശ പോകുന്നത്. അവിടെ വേർ ജീസസ് എ ഫോർ റണ്ണർ ഓൺ അവർ ബിഹാഫ് ഹാസ് എൻഡഡ്, ഹാവിങ് ബിക്കം എ ഹൈ പ്രീസ്റ്റ് ഫോർ എവർ അക്കോർഡിംഗ് ടു ദ ഓർഡർ ഓഫ് മൽക്കീസദക്ക്. മൽക്കീസദക്കിൻ്റെ ക്രമപ്രകാരം നിത്യപുരോഹിതനായിക്കൊണ്ട് ഏത് വിരിക്കുള്ളിലേക്ക് യേശു നമുക്ക് മുന്നോടിയായിട്ട്, ഫോർ റണ്ണർ ഓൺ അവർ ബിഹാഫ്, നമുക്ക് മുന്നോടിയായിട്ട്, നമുക്ക് വേണ്ടിയിട്ട്. യേശു മനുഷ്യനും കൂടിയാണ് ധരിക്കണേ. ആ മനുഷ്യനാണ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ആ മനുഷ്യൻ ആണ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ വിരി തുറന്ന് നമുക്ക് മുൻപേ യേശു നിത്യപുരോഹിതനായിക്കൊണ്ട് ഈ വിരിക്കുള്ളിലേക്ക് പ്രവേശിച്ചു, അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചു. അപ്പം നമ്മുടെ പ്രത്യാശ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ പ്രത്യാശ ഈ ഇന്നർ ഷ്രൈനിലേക്ക്, അതായത് ഈ വിരിക്കപ്പുറത്തെ അതിവിശുദ്ധ സ്ഥലത്തേക്ക്, ശരിയായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വാഴുന്ന സ്വർഗത്തിലേക്ക്. അവിടെ ആര് നിൽപ്പുണ്ട്? മനുഷ്യപുത്രനായ യേശു നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് മുമ്പേ പോയി നിൽക്കുക. ഇപ്പോഴും അവിടെ നിൽക്കുക. അപ്പം നമ്മളൊരു ചെറിയ പാപം ചെയ്തു പോയി നമ്മൾ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് മനസ്സവിച്ചാൽ എന്തുണ്ട്? ഓൺ ദ സ്പോട്ടിൽ ആ കറം അയച്ചുകളൻ പിതാവേ, അവൻ എൻ്റെ വിശ്വാസത്തിൽ വന്നതാണ്, എന്നോട് ചേർന്ന് ജീവിക്കുന്ന, അവൻ്റെ ബലഹീനതയിൽ തെറ്റ് ചെയ്തു പോയി, ഞാൻ എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തതാണ്, നീ ഇപ്പോൾ അത് മായച്ചു കളയെന്ന് പറയുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ പാപം എന്തു ചെയ്തു? മാഞ്ഞു പോയി. നമ്മൾ സ്ഥിരമായിട്ട് ലൈസൻസ് ചെയ്ത് പാപം എടുത്തിരിക്കുന്നതിൻ്റെ അല്ല ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നതിനിടയിൽ നമുക്ക് വല്ലപ്പോഴും ഒരു വീഴ്ചകൾ വന്നു പോയി. എന്താണ്? ക്രിസ്തു പുരോഹിതനായിക്കൊണ്ട്, നിത്യപുരോഹിതനായിക്കൊണ്ട് അവിടെ നിൽപ്പുണ്ട്. നിത്യപുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും ഓരോ നിമിഷവും അവൻ എന്താണ്? ബലി അർപ്പിക്കുക. അവൻ്റെ ബലി അവൻ പൂർത്തിയാക്കി. വൺസ് ഫോർ ഓൾ, ഒരിക്കൽ അർപ്പിക്കപ്പെട്ട ശരീരം അർപ്പിക്കപ്പെട്ട അവൻ്റെ ബലി അവൻ പൂർത്തിയാക്കി. നമ്മുടെ ശരീരത്തെ നമ്മൾ സജീവ ബലിയായിട്ട് സമർപ്പിക്കണം എന്നാണല്ലോ റോമ 12:1 പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനതകളെ എല്ലാം നമ്മൾ ത്യാഗം ചെയ്ത് ദൈവത്തിന് സമർപ്പിക്കുമ്പം ആ സഹനവും വേദനകളും എല്ലാം എന്താണ്? ഓരോ നിമിഷവും യേശുക്രിസ്തു പിതാവിൻ്റെ മുമ്പിൽ നമ്മുടെ ഈ ക്ലേശങ്ങളെല്ലാം നമ്മൾ
കർത്താവിനോട് ചേർത്ത് വെക്കുന്ന നമ്മുടെ ബുദ്ധിമുട്ടുകളെയെല്ലാം ഓരോ നിമിഷവും, ദിവസത്തിൽ ഒരിക്കലോ 2 തവണയൊന്നുമല്ല, ഓരോ നിമിഷവും കർത്താവ് നിത്യപുരോഹിതനായിട്ടുണ്ട്. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ എല്ലാം ബലികളെ, അവരുടെ ശരീരങ്ങളെ വിശുദ്ധമാക്കാനുള്ള, സജീവം ആയി ബലിയായി സമർപ്പിക്കാനുള്ള അവരുടെ ത്യാഗങ്ങളെ, അവരുടെ സഹനത്തെ ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് നിന്ന് രോഗങ്ങളെ, സാമ്പത്തിക തകർച്ചകളെ, ലോകത്തിൻ്റെ നിന്ദനങ്ങളെ, ലോകത്തിൽ നിന്ന് വേർപിടിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ, അപമാനങ്ങൾ, അതെല്ലാം ബലിയായിട്ട് കർത്താവിന് സമർപ്പിക്കുമ്പം നമ്മൾ യേശുക്രിസ്തു അവിടെ നിത്യമായി പുരോഹിതനായിട്ട് നിന്നുകൊണ്ട് പിതാവിന് കൊടുക്കുക. ആ സമർപ്പണത്തിലൊക്കെ എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അപ്പം യേശുവിൻ്റെ മാധ്യസ്ഥം വഴി അപ്പോൾ ഓൺ ദ സ്പോട്ട് എന്തു ചെയ്യും? ഈ പാവകടങ്ങളൊക്കെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുക. അപ്പം നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തെത്തുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മൾ ഒരു കൺക്ലൂഷനിലെത്തുകയാണ്, അനുമാനത്തിൽ. അതായത് നമ്മുടെ വിശ്വാസം മാമോദീസയിൽ തുടങ്ങി എവിടെ ചെല്ലണം? സ്വർഗത്തിൽ എത്തണം. അതിനു മുമ്പുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും ദൈവിക ഇടപെടലുകളൊക്കെ എന്താണ്? ഈ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു വഴി ചൂണ്ടുപലകകളായിട്ട് മാത്രമേ കാണാവുള്ളൂ. അങ്ങനെ കണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങൾ, ഇപ്പോൾ അനുഗ്രഹങ്ങൾ ഓരോ സമയത്ത് നമുക്ക് കിട്ടും, പക്ഷേ കൂടെ സഹനങ്ങളും വരുമ്പം കർത്താവില്ലയോ, കർത്താവ് ഇന്ന് മാറി നിൽക്കുകയാണോ? അല്ല, ഈ ലോകത്തിൽ നിന്ന് വേർപെടുത്തി നമ്മെ കർത്താവിൻ്റെ സ്വന്തമാക്കാൻ, സ്വർഗരാജ്യത്തിന് അവകാശികളാക്കാൻ ദൈവം ചെയ്യുന്ന ബോധപൂർവമായ ശ്രമങ്ങളാണ്. അതൊരു സുവിശേഷഭാഗത്ത് ഏതോ ലേഖനഭാഗത്ത് പൗലോസ്ലീഹ അത് പറയുന്നുണ്ട്. നമ്മെ ക്രിസ്തുവിന് അവകാശമാക്കാൻ, സ്വർഗരാജ്യത്തിന് അവകാശമാക്കാൻ ദൈവത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഭാഗമാണിതെന്ന് നമുക്ക് തരുന്ന സഹനങ്ങൾ. അപ്പം സ്വർഗരാജ്യത്തിലേക്ക് നമ്മളെ അവകാശികളാക്കാൻ ദൈവം ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ തരുന്നതോടൊപ്പം സഹന ജീവിതം നമുക്ക് അനുവദിക്കും. അനുവദിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ, വിശ്വാസവും പ്രത്യാശയും ആത്മാവിൻ്റെ ഒരു സുസ്ഥിരമായ നങ്കൂരം പോലെ സ്വർഗത്തിൽ ഉറപ്പിച്ചിരിക്കുന്നതാണെങ്കിൽ അവിടെ ക്രിസ്തു നിൽക്കുക. ആ ക്രിസ്തുവിൻ്റെ കൈകളിലാണ് നമ്മുടെ കൈ ഉറപ്പിച്ചിരിക്കുന്നത്. എന്ത് വന്നാലും, ലോകം നമ്മെ മാറ്റിമറിച്ചാലും, എന്ത് നമ്മുടെ ചുറ്റും സംഭവിച്ചാലും, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? പട്ടിണിയോ വാളോ നഗ്നതയോ പീഡനങ്ങളോ ഒന്നും യേശുക്രിസ്തു വഴി ദൈവത്തോടുള്ള സ്നേഹം നമ്മെ വേർപെടുത്തുന്നത് എനിക്ക് ഉറപ്പുണ്ട്. പൗലോസ്ലീഹ പറയുകയാണ്. അപ്പോൾ ആ ബോധ്യത്തിലേക്ക് നമ്മൾ വളരണം. അപ്പോൾ നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം, യേശുക്രിസ്തു നിൽക്കുന്ന സ്വർഗത്തിലാണ് എൻ്റെ പ്രത്യാശ ചെല്ലേണ്ടത്, മറ്റു ഭൗതിക വസ്തുക്കളിലും ആഡംബരങ്ങളിലുമല്ല. വിശുദ്ധിയുള്ള ജീവിതവും ലാളിത്യമുള്ള ജീവിതവും സ്നേഹം നിറഞ്ഞ ജീവിതവും മറ്റുള്ളവരിലേക്ക് നമ്മുടെ നന്മകൾ, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമ്പത്ത് പങ്കുവെച്ചുകൊണ്ട് അവരെയും സ്വർഗത്തിലേക്ക് നയിക്കുവാൻ, യേശുക്രിസ്തുവിലേക്ക് നയിക്കുവാനുള്ള നമ്മുടെ പരിശ്രമങ്ങളുടെ ആകത്തുക, അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൻ്റെ വലിപ്പം. അത് സ്വർഗത്തിലെത്തി നിൽക്കണം. നമ്മുടെ കണ്ണ് മുഴുവൻ സ്വർഗത്തിലായിരിക്കണം. ഈ ബോധ്യത്തോടെ നമുക്കത് അവസാനിപ്പിക്കാം. ഒന്നുകൂടി കർത്താവിനെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവെ, ഞങ്ങൾക്ക് നൽകിയ ബോധ്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തനെ ഉറപ്പിക്കണമേ. എപ്പോഴും ഞങ്ങളുടെ പ്രത്യാശ സ്വർഗത്തിൽ ക്രിസ്തുവിലായിരിക്കുവാൻ, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ക്രിസ്തു നിൽക്കുന്ന ഉന്നതത്തിൽ മാത്രമായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ, നിരന്തരം ഞങ്ങളെ നയിക്കണമേ. ആമേൻ.